Sajid. Okay. So ആംബിൾ ടെക്നോളജീസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ടാലിയുടെ ഗോൾഡ് പാർട്ട്ണറാണ് ഒമാനിലെ. 10 വർഷത്തിൽ കൂടുതലധികം അവിടെ സർവീസ് പ്രസൻസ് ഉണ്ട് ഒമാൻ മാർക്കറ്റില്. 1000+ കസ്റ്റമേഴ്സ് ഒമാൻ്റെ ഓൾറെഡി ആംബിളായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മള് കസ്റ്റമേഴ്സ് ഉണ്ട്. അവിടെ ഒരു നല്ലൊരു ടീം ആംബിൾ, അതായത് ദീപം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ആംബിളിന് ഒരു നല്ലൊരു ടീം തന്നെയുണ്ട് അവിടെ വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് മാർക്കറ്റിൽ. നിങ്ങളുടെ ടാലി റിലേറ്റഡ് ആയിട്ടും വാറ്റ് റിലേറ്റഡ് ആയിട്ടും നിങ്ങളെ സപ്പോർട്ട് ചെയ്യാനും. അതേപോലെ അവർക്ക് ബാക്ക് ഓഫീസ്, ഇപ്പം കേരളയിൽ ഒരു ബാക്ക് ഓഫീസ് കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ബേസിക്കലി അവിടെ നിന്നുകൊണ്ടും ഈ പറയുന്ന രീതിയിൽ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ബാക്ക് ഓഫീസ് അവിടെ പ്രവർത്തിക്കുന്നുണ്ട്. സോ ഇതാണ് ആംബിൾ ടെക്നോളജീസിന്റെ ഒരു ബ്രീഫ്. നമ്മുടെ ഏറ്റവും വലിയൊരു ഗോൾഡ് പാർട്ണറാണ് ആംബിൾ ടെക്നോളജീസ് ഒമാനിൽ. സോ ടാലി റിലേറ്റഡ് ആയിട്ടാണെങ്കിലും വാറ്റ് റിലേറ്റഡ് ആയിട്ടാണെങ്കിലും നിങ്ങൾക്ക് ആംബിളിനെ കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ റൈറ്റ് സൊല്യൂഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് തരുന്നതായിരിക്കും അവർ. ഓക്കെ. ദെൻ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിലോട്ടേക്ക് കിടക്കാം. നമുക്കറിയാം ടാലി പ്രൈമാണ് ടാലിയുടെ ഒമാൻ വാറ്റ് റിലേറ്റഡ് ആയിട്ട് അതിന്റെ 1.14 റിലീസ്ഡ് ആണ്. നമ്മൾ വാറ്റ് ഇംപ്ലിമെന്റ് ഇൻകോർപ്പറേറ്റ് ചെയ്ത് കൊണ്ടുവന്നത് ഒമാനിന് വേണ്ടിയിട്ടുള്ള. അപ്പൊ നിങ്ങൾ ഓൾറെഡി ടാലി ഉപയോഗിക്കുന്നുണ്ടാവും. ഓൾറെഡി എനിക്ക് തോന്നുന്നു ഒരു 1 ഫയലിംഗ് കഴിഞ്ഞെന്ന് തോന്നുന്നു അല്ലേ? ലാസ്റ്റ് ടൈം ഒരു ഫയലിംഗ് കഴിഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു വാറ്റിന്റെ. അപ്പൊ പിന്നെയും ഒരുപാട് ചേഞ്ചസ് അപ്ഡേഷൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഈ പറഞ്ഞ പോലെ നെക്സ്റ്റ് ഏത് രീതിയിലോട്ടേക്ക് മൂവ് ചെയ്യണം, അടുത്ത ടേൺ ഓവർ ബേസിന് വാറ്റ് രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ഡേ ടു ഡേ അപ്ഡേറ്റ് നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം അത് നമ്മൾ ഗവൺമെന്റിന്റെ സൈഡിൽ നിന്ന് കിട്ടുന്നതിനനുസരിച്ചിട്ടുള്ള അപ്ഡേഷൻസ് നമ്മൾ ടാലിയിലും കൊണ്ടുവരുന്നതായിരിക്കും. ഓക്കെ. സോ ഞാൻ ഡയറക്റ്റ് ആയിട്ട് പ്രൊഡക്റ്റിലോട്ടേക്ക് മൂവ് ചെയ്യാണ്. സോ എന്റെ ടാലിയുടെ സ്ക്രീന് വിസിബിൾ ആണെന്ന് കരുതുന്നു. ജസ്റ്റ് ഞാൻ PPT പ്രസന്റേഷൻ പവർ പോയിന്റ് ഞാൻ ടാലി ചെയ്തിരിക്കുകയാണ്. ഓക്കെ. സോ ഞാൻ ഓൾറെഡി ഇവിടെ കമ്പനി കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ബിക്കോസ് ഓഫ് ദ ടൈം, നമ്മൾ ടൈം എല്ലാം കോൺഫിഗർ ചെയ്യുന്ന കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ടൈം വേണ്ടി വരും. സോ ഞാൻ ഓൾറെഡി ഡാറ്റാസ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ട് ടാലിയിലെ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ജസ്റ്റ് ഒരു കമ്പനി ക്രിയേറ്റ് ചെയ്യുന്ന കാര്യങ്ങളൊന്ന് കാണിക്കാം. ഓൾറെഡി നിങ്ങൾ ചെയ്തായിരിക്കും. ഇനി അതെല്ലാം ചെയ്ത് പുതിയതായിട്ട് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ജസ്റ്റ് ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ് ഇവിടെ. ജസ്റ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ടാലി ഓപ്പൺ ചെയ്യുന്നു. ഇവിടെ കമ്പനി. സോ ക്യാൻ യു പ്ലീസ് ഗോ ഫോർ മ്യൂട്ട് സർ? സൗണ്ട് ആരോ എനിക്ക് തോന്നുന്നു ജസ്റ്റ്. ഓക്കെ ഫൈൻ. സോ എങ്ങനെയാണ് ഫസ്റ്റ് ഓഫ് ഓൾ കമ്പനി ക്രിയേറ്റ് ചെയ്തിട്ട് കോൺഫിഗറേഷൻ പാർട്ട് എങ്ങനെയാണെന്ന് നോക്കാം. നമുക്ക് എങ്ങനെ വാറ്റ് എനേബിൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ. ഓക്കെ. ഞാനൊരു കമ്പനി ക്രിയേറ്റ് ചെയ്യാണ്. സേ ഫോർ എക്സാമ്പിൾ ABC കമ്പനി ലിമിറ്റഡ്. ഓക്കെ. ഇവിടെ നമ്മൾ ബേസിക്കലി ശ്രദ്ധിക്കേണ്ടത് ആദ്യം തന്നെ നമ്മൾ ഈ നമ്മുടെ കൺട്രി ഇവിടെ ഇപ്പം ഞാൻ UAE ആണ് സെലക്ട് ചെയ്തത്. അപ്പം അത് മാറ്റിയിട്ട് സുൽത്താനേറ്റ് ഓഫ് ഒമാൻ ആക്കണം. ഒമാൻ സെലക്ട് ചെയ്താൽ മാത്രമേ ഒമാൻ റിലേറ്റഡ് ആയിട്ടുള്ള അപ്ഡേഷൻസ് എല്ലാം വരത്തുള്ളൂ. അപ്പൊ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കമ്പനി ക്രിയേഷന്റെ ഫസ്റ്റ് സ്ക്രീനിൽ തന്നെ നമ്മൾ ആ ഒരു കോൺഫിഗറേഷൻ കറക്റ്റ് ആയിട്ട് ശ്രദ്ധിക്കണം. ഇവിടെ ഇപ്പൊ നമ്മളിപ്പോ ചില സമയത്ത് ഇന്ത്യൻ റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ UAE റിലേറ്റഡ് ആയിട്ടുണ്ടെങ്കിൽ അവിടുത്തെ ലോ ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളായിരിക്കും വരുന്നത്. അപ്പൊ നമ്മളത് ഇത് ചെയ്യുക. അപ്പം ഏതാണോ ഗവർണേറ്റ് ഉള്ളത് സെലക്ട് ചെയ്യാം. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അറിയാം. നോർമൽ എല്ലാ ഇൻഫർമേഷൻസ് ഇവിടെ ആഡ് ചെയ്യാം. സെക്യൂരിറ്റി വേണം നിങ്ങളുടെ അത് ആഡ് ചെയ്യാം നിങ്ങൾക്ക്. വൺസ് നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഈ ക്രിയേഷൻ സ്ക്രീൻ ചെയ്ത് കഴിഞ്ഞാൽ നേരെ പോകുന്നത് F11 എന്ന് പറഞ്ഞ ഒരു ഫീച്ചറിലായിട്ടാണ് അല്ലെ. ഇവിടെ നമുക്ക് മെയിൻലി വേണ്ടത് ഫസ്റ്റ് വാറ്റ് ആണ്. ഇപ്പൊ നമ്മൾ സംസാരിക്കുന്നത് അപ്പോൾ വാറ്റ് എനേബിൾ ചെയ്യണം. അപ്പൊ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, എനേബിൾ വാല്യൂ ആഡഡ് ടാക്സ്. ഞാനിവിടെ എനേബിൾ ചെയ്യുന്നു. ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ അടുത്തൊരു സ്ക്രീനിലോട്ട് പോകും. ഇവിടെ നമ്മൾ നമ്മുടെ വാറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കണം. എത്രയാണോ നമ്മുടെ വാറ്റ് നമ്പർ, ആ വാറ്റ് നമ്പർ എൻ്റർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അടുത്ത നെക്സ്റ്റ് രജിസ്ട്രേഷൻ ഡേറ്റ് ഇവിടെ എൻ്റർ ചെയ്യാം. ഓക്കെ. എപ്പോഴാണ് നമുക്ക് രജിസ്ട്രേഷൻ കിട്ടിയിരിക്കുന്നത്. പിന്നെ നെക്സ്റ്റ് കോളാണ് സെറ്റ് ഓൾട്ടർ വാറ്റ് ഡീറ്റെയിൽസ്. ഈ ഒരു ഓപ്ഷൻ ഇവിടെ എസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ടാലിയിൽ ടാക്സ് റേറ്റ് കോൺഫിഗർ ചെയ്യുന്നതിന്റെ ഹയറാർക്കി എന്ന് പറഞ്ഞാൽ ഒന്ന് നമുക്ക് കമ്പനി ലെവലിൽ സെറ്റ് ചെയ്യാം, ലെഡ്ജർ ലെവലിൽ സെറ്റ് ചെയ്യാം, അതേപോലെ തന്നെ സ്റ്റോക്ക് ഗ്രൂപ്പ്, സ്റ്റോക്ക് ഐറ്റം, ഈ ലെവലിലൊക്കെ നമുക്ക് ഇതിന് സെറ്റ് ചെയ്യാം. ഇതുകൊണ്ടൊരു ബെനിഫിറ്റ് എന്താന്ന് പറഞ്ഞാൽ, സേ ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ 5% മാത്രമാണ് ടാക്സ് എങ്കിൽ നമുക്ക് കമ്പനി ലെവലിൽ 5% കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും? നമുക്ക് കുറച്ച് പേര് ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. ഓക്കെ ഫൈൻ. സോ ഇതിനുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ ഈ 3 രീതിയിലാണ് നമ്മൾ ഇതിനെ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പൊ കമ്പനി ലെവലിൽ വൺസ് നമ്മൾ ഇത് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ബേസിക്കലി ഐറ്റം എത്ര ഐറ്റം ഉണ്ടെങ്കിൽ ഐറ്റം ലെവലിൽ പോയി കോൺഫിഗർ ചെയ്യേണ്ട ആവശ്യമില്ല.
എല്ലാം നമ്മൾ കമ്പനി ലെവലിൽ നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോൾ അത് കമ്പനി ലെവലിൽ നിന്ന് പിക്ക് ചെയ്തോളും. ഓക്കെ, ആ ഒരു ഈസിയസ്നെസ് വേണ്ടിയാണ് ഇത് ഈ ഒരു ഹൈറാർക്കി കമ്പനി ലെവലിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി അതല്ല, നമുക്ക് 2-3 സപ്പോസ് ടുമോറോ എക്സെപ്റ്റഡ് ഉണ്ട്, 0 റേറ്റഡ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ഐറ്റം ഏതാണുള്ളത് അത് നമുക്ക് കമ്പനി ലെവലിൽ കോൺഫിഗർ ചെയ്ത് വെക്കാം, മറ്റുള്ളത് സ്റ്റോക്ക് ലെവലിൽ കോൺഫിഗർ ചെയ്താൽ മതി. അപ്പോൾ ആ ഒരു ബെനിഫിറ്റ്സിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു കമ്പനി ലെവൽ ടാക്സ് ഐറ്റം ക്രിയേഷൻ കൊണ്ടുവന്നിരിക്കുന്നത്. ഇനി ഇവിടെ നിങ്ങൾക്ക് റൈറ്റ് സൈഡിൽ ഒരു ഓപ്ഷൻ കൂടി കാണാം, ഡീറ്റെയിൽസ്. ഇതിന്റെ ആവശ്യം ഇപ്പോഴില്ല, ഞാൻ ഫർദർ ഫ്യൂച്ചറിലൊക്കെ വരുമ്പോൾ ഇപ്പൊ സൗദിയിലൊക്കെ ആണെങ്കിൽ ടാക്സ് റേറ്റ് ചേഞ്ച് വന്നു അല്ലെ, ചില ഇപ്പൊ നാളെ ഒരു ടാക്സ് റേറ്റിൽ 5 എന്നുള്ള 6 ആക്കുവാണെങ്കിൽ നമുക്ക് ഇവിടെ നമുക്ക് അപ്ലിക്കബിൾ ഡേറ്റ്, അതായത് എന്ന് തൊട്ടാണോ ടാക്സ് റേറ്റ് ചേഞ്ച് ആവുന്നത് ആ രീതിയിൽ നമുക്ക് നമ്മുടെ ഓൺ കോൺഫിഗറേഷൻ സെറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതിനാണ് ഈ ഒരു ഓപ്ഷൻ വെച്ചിരിക്കുന്നത്. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കമ്പനി ക്രിയേറ്റ് ചെയ്ത് വാറ്റ് കോൺഫിഗർ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കാര്യങ്ങൾ ഇത് ചെയ്തു. അത് കമ്പനി ക്രിയേഷൻ കഴിഞ്ഞു. അടുത്തത് ഞാൻ ഓൾറെഡി കുറച്ച് ഡാറ്റാസ് ഇവിടെ കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആ ഡാറ്റാസ് എങ്ങനെയൊക്കെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ബേസിക്കലി ഫസ്റ്റ് നമുക്ക് ഇവിടെ അറിയാം, നമുക്ക് ടാലി പ്രൈമിൽ ഈ ഒരു സ്ക്രീനാണ് നമുക്ക് എല്ലാ ക്രിയേഷനും കാര്യങ്ങളും ചെയ്യേണ്ടതല്ല. ഈ ഒരു ക്രിയേഷൻ സ്ക്രീനിൽ വന്നിട്ട് നമുക്ക് എല്ലാ ക്രിയേഷൻസും ഇവിടെ ചെയ്യാം. ലെഡ്ജർ ക്രിയേഷൻ, ഐറ്റം ക്രിയേഷൻ, അതേപോലെ കറൻസി, നമുക്ക് മൾട്ടി കറൻസി ഉണ്ടെങ്കിൽ അത് എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് ഈ ഒരു സ്ക്രീനിലാണ്. ഇപ്പൊ ലെഡ്ജർ ആണെങ്കിൽ ഇവിടെ നമുക്ക് സപ്ലയർ, നമ്മുടെ സപ്ലയർ ആണെങ്കിൽ സപ്ലയർ, ഇവിടെ നമുക്ക് സൺട്രി ക്രെഡിറ്റേഴ്സ് സെലക്ട് ചെയ്യാം. ഓക്കെ, ബാക്കിയുള്ള ഇൻഫർമേഷൻസ് എല്ലാം നമുക്ക് എൻ്റർ ചെയ്ത് കൊടുക്കാം. അപ്പൊ ഇവിടേക്ക് ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് ആണ് മെയിൻലി ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ പറയുന്നത്. ഈ കൺട്രി ഉണ്ട്, ഈ കൺട്രി നമ്മൾ എപ്പോഴും കറക്റ്റ് ആയിട്ട് സെലക്ട് ചെയ്ത് കൊടുക്കണം. പല റിപ്പോർട്ട്സും നമ്മൾ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴൊക്കെയുള്ള റിപ്പോർട്ട്സും കാര്യങ്ങളും ക്യാപ്ചർ ചെയ്യുന്നത് ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും. ഓക്കെ, പിന്നെ അതേപോലെ ഇവിടെ നിങ്ങൾക്ക് ഇവിടെ F12 കോൺഫിഗറേഷനിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊവൈഡ്, അതായത് നമ്മുടെ പിന്നെ കോൺടാക്ട് ഡീറ്റെയിൽസ്, അതായത് നമ്മുടെ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുന്നു, പ്രൊവൈഡ് കോൺടാക്ട് ഡീറ്റെയിൽസ്. ഓക്കെ, ഈ ഒരു ഓപ്ഷൻ F12 എന്ന് പറഞ്ഞ കോൺഫിഗറേഷനിൽ പോയിട്ട് ഇത് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ഒരു എക്സ്ട്രാ ഒരു അഡീഷണൽ ഇത് കിട്ടും. അതായത് നമ്മുടെ ഇവരുടെ ഈ സപ്ലയർ അല്ലെങ്കിൽ നമ്മുടെ കസ്റ്റമറിന്റെ ഇൻഫർമേഷൻസ് ഇവിടെ ഫില്ല് ചെയ്യാം. ഇത് ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ ബെനിഫിറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ഔട്ട്സ്റ്റാൻഡിംഗ് സ്റ്റേറ്റ്മെന്റ് എടുത്തിട്ട് നമുക്ക് പാർട്ടിയെ കോൺടാക്ട് ചെയ്യണമെന്ന് കരുത്. ആ സമയത്ത് അവരുടെ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് കഴിഞ്ഞാൽ അവരുടെ കൺസേൺ പേഴ്സൺ ആരാണ്, മൊബൈൽ നമ്പർ ഒക്കെ നമുക്ക് ഇതിൻ്റെ അകത്ത് കിട്ടും. സേ ഫോർ എക്സാമ്പിൾ നമ്മളിത് ചെയ്തിട്ട് നമ്മളെ അക്കൗണ്ടന്റോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റാഫ് ആയിരിക്കും ചിലപ്പോൾ ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടാവും നമ്മുടെ ഔട്ട്സ്റ്റാൻഡിങ്ങിന് വേണ്ടിയിട്ട്. അപ്പൊ ആ സമയത്ത് ഈ ഒരു ഓപ്ഷൻ നിങ്ങൾ എനേബിൾ ചെയ്തിട്ട് ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് നിങ്ങൾക്ക് ആളുടെ കോൺടാക്ട്, അപ്പൊ അവിടുത്തെ കോൺടാക്ട് പേഴ്സൺ നമുക്ക് ചിലപ്പം അറിയണമെന്നില്ല, മറ്റുള്ള സ്റ്റാഫിനെ അറിയണമെന്നില്ല, നമുക്ക് അറിയായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ ജൂനിയേഴ്സിനെ അറിയണമെന്നില്ല, അപ്പൊ അല്ലെങ്കിൽ സെയിൽസ് അറിയണമെന്നില്ല. അപ്പൊ എന്ത് ചെയ്യാം, ഈ ഇൻഫർമേഷൻസ് ഇവിടെ ഫില്ല് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഔട്ട്സ്റ്റാൻഡിംഗ് റിപ്പോർട്ട് എടുക്കുന്ന സമയത്ത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടുത്തെ കോൺടാക്ട് പേഴ്സന്റെയും ആളുടെയും നമ്പർ കിട്ടും. അപ്പൊ ഇത് മസ്റ്റ് ആയിട്ട് എൻ്റർ ചെയ്യാൻ വേണ്ടി ട്രൈ ചെയ്യാം. ഓക്കെ, അപ്പൊ അതേപോലെ തന്നെ സ്റ്റോക്ക് ഐറ്റം ഇവിടെ ഉണ്ട്, ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ ജസ്റ്റ് ഇത് ക്രിയേഷൻ സ്ക്രീനിൽ കാണിച്ചു തന്നെയാണ്. ഞാൻ ഓൾട്ടർ സ്ക്രീനിൽ പോയിട്ട് ഞാൻ ജസ്റ്റ് ഇവിടെ സോറി ഓക്കെ, ഓൾട്ടർ സ്ക്രീനിൽ ഞാൻ ജസ്റ്റ് ക്രിയേറ്റ് ചെയ്ത കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരികയാണ്. എങ്ങനെയൊക്കെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, നമുക്ക് ഓരോ ട്രാൻസാക്ഷൻ ചെയ്യുമ്പോഴും നമുക്ക് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് നമുക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇപ്പൊ ക്രിയേഷൻ സ്ക്രീന് മനസ്സിലായി, ഇവിടെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, ലെഡ്ജർ ആണെങ്കിലും അതേപോലെ തന്നെ ഐറ്റംസ് ആണെങ്കിലും. ഇത് നമുക്ക് എല്ലാ ഇൻഫർമേഷൻസ് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിൽ, ഇത് ഒരു പുതിയൊരു ഫീച്ചറാണ്, നമുക്കറിയാം ടാലി പ്രൈമിലുള്ള എല്ലാം നമ്മുടെ ചെയ്തിരിക്കുന്നത് 1 by 1 ആയിട്ട് ചാർട്ട് ഓഫ് അക്കൗണ്ട്സിനകത്ത് ഡീറ്റെയിൽസ് നമുക്ക് ഇടയ്ക്ക് വ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. ഓക്കെ, അപ്പൊ ഞാനിനി ഇവിടെ ഈ നമ്മൾ എൻ്റർ ചെയ്യുന്നത് നമുക്കറിയാം വൗച്ചർ ട്രാൻസാക്ഷൻസിൽ എൻ്റർ ചെയ്യുന്നതിനാണ്. ഞാൻ അതിൽ കുറച്ച് കാര്യങ്ങൾ ഇപ്പോൾ പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് എൻട്രീസ് ഞാൻ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, അത് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. സോ ഞാൻ അക്കൗണ്ട്സ് ബുക്കിൽ പോകുന്നു. അക്കൗണ്ട്സ് ബുക്കിൽ ഡിസ്പ്ലേയിൽ അക്കൗണ്ട്സ് ബുക്കിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും എല്ലാ റിപ്പോർട്ട്സും അല്ലെ. ഞാൻ ആദ്യം പർച്ചേസ് രജിസ്റ്ററിലോട്ട് പോകുന്നു. പർച്ചേസ് രജിസ്റ്ററിൻ്റെ അകത്ത് പോയി കഴിഞ്ഞാൽ ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അതായത് ഇതൊരു ലോക്കൽ സപ്ലയർ എടുക്കുന്ന നമ്മൾ സാധനം വാങ്ങിക്കുന്ന ട്രാൻസാക്ഷൻസ് എങ്ങനെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നതെന്നാണ് കാണിച്ചു തരുന്നത്. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ നമ്മൾ ഡേറ്റ് കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യുന്നു, സപ്ലൈ ഇൻവോയ്സ് നമ്പർ. ഇവിടെ ഒരു പാർട്ടിയെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, ഒമാൻ ലോക്കൽ സപ്ലയർ. അപ്പൊ അതിനകത്ത് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ലോക്കൽ ആണെങ്കിൽ, ലോക്കൽ സപ്ലയർ ആണെങ്കിൽ നമ്മൾ ഇത് സെലക്ട് ചെയ്യാൻ വിട്ടുപോരുത്. ഈ ഒരു ഓപ്ഷൻ ആണ് മസ്റ്റ് ആയിട്ട് വേണ്ടത്. ഇവിടെ നമ്മൾ കൊടുക്കുന്ന പേരോ കാര്യമില്ല, അത് നമ്മൾ ഐഡന്റിഫിക്കേഷന് വേണ്ടിയാണ്. ഈ ഒരു ഇതാണ് നമ്മൾ ക്യാപ്ചർ ചെയ്തെടുക്കുന്നത് ടാലി. ഓക്കെ, അപ്പം ഇത് മസ്റ്റ് ആയിട്ട് ശ്രദ്ധിക്കുക കോൺഫിഗർ ചെയ്യുന്ന സമയത്ത്. ഇപ്പൊ ഇവിടെ എന്തെങ്കിലും മാറ്റി കഴിഞ്ഞാൽ നമ്മുടെ റിപ്പോർട്ട്സ് അതേപോലെ കാര്യങ്ങളൊക്കെ എററായിട്ട് വരും, ചിലപ്പോൾ വാറ്റ് കിട്ടത്തില്ല, അങ്ങനെയൊക്കെ നമ്മൾ വരുന്നത്. അതിനുശേഷം പർച്ചേസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇവിടെ നിങ്ങൾക്ക് അവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റർ ചെയ്യാം, ടിൻ നമ്പർ, വാറ്റ് നമ്പർ എൻ്റർ ചെയ്യാം. പർച്ചേസ് കോൺഫിഗറേഷൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം.
പർച്ചേസ് കോൺഫിഗറേഷൻ ഒന്നുമില്ല, ജസ്റ്റ് പർച്ചേസ് എന്ന് പറഞ്ഞ് ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, പർച്ചേസ് അക്കൗണ്ട് ടാക്സബിൾ കൊടുത്തു 5%. ദിസ് ഈസ് ഓൺലി ഫോർ ദി പർച്ചേസ്, വൺ ടൈം ക്രിയേഷൻ മാത്രമേ ഉള്ളൂ. അത് ഞാൻ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, എൻ്റർ ചെയ്തു, ടാക്സ് ഐറ്റത്തിലേക്ക് വന്നു. അപ്പൊ നമ്മൾ കമ്പനി കോൺഫിഗർ ചെയ്യുന്ന സമയത്ത് അവിടെ 5% വാറ്റ് ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഒരു ഐറ്റം ഓൾറെഡി ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. നമുക്കറിയാം ക്രിയേറ്റ് ചെയ്ത ഐറ്റം ഒന്നുകൂടി കാണണമെന്നുണ്ടെങ്കിൽ ആ ഐറ്റത്തിന് മുകളിൽ വെച്ചിട്ട് കൺട്രോൾ എൻ്റർ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഐറ്റം ക്രിയേറ്റ് ചെയ്ത സ്ക്രീനിലോട്ടേക്ക് പോകും. ഇപ്പൊ ഇവിടെ ഒന്നുമില്ല, സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ജസ്റ്റ് ഞാൻ ഐറ്റം ക്രിയേറ്റ് ചെയ്തു. അവിടെ യൂണിറ്റ് നിങ്ങൾ ശ്രദ്ധിക്കണോ, യൂണിറ്റ് അറിയാം, ഇവിടെ വെച്ചിട്ട് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാൻ ഓൾട്ട് സി അടിച്ച് യൂണിറ്റ് ക്രിയേറ്റ് ചെയ്യാം. പിന്നെ സ്റ്റാറ്റ്യൂട്ടറി പാർട്ട് ടാക്സബിൾ, ഇതിപ്പം ഇവിടെ കൊടുത്തില്ല എന്നുണ്ടെങ്കിലും എടുക്കും, കാരണം നമ്മൾ ഓൾറെഡി കമ്പനിയിൽ 5% കൊടുത്തിട്ടുണ്ട്. ബട്ട് അഗൈൻ ഞാൻ ഇവിടെ 5% കൊടുത്തു. ഓക്കെ, ദിസ് ഈസ് ദ സ്റ്റോക്ക് ക്രിയേഷൻ സ്ക്രീൻ. ദെൻ ഞാൻ എന്ത് ചെയ്തു, എൻ്റർ ചെയ്ത് വന്നു, ഐറ്റം സെലക്ട് ചെയ്തു, 1 by 1 ആയിട്ട് എൻ്റർ ചെയ്യുന്നു. ഓക്കെ, ഈ ഒരു സ്ക്രീനിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഒരു ഇൻവോയ്സിൽ തന്നെ 3 പർച്ചേസ് ചെയ്യേണ്ടി. ഇത് 5%, ഇത് കണ്ടോ, ഇത് ഞാൻ ഇട്ടിരിക്കുന്നത് 0 റേറ്റഡ് സ്റ്റോക്ക് ഐറ്റം. അതായത് ഏതെങ്കിലും ഐറ്റം 0 റേറ്റഡ് ആയിട്ട് ഞാൻ വാങ്ങിക്കുന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ക്രിയേറ്റ് ചെയ്യുന്നത്, കോൺഫിഗർ ചെയ്തിരിക്കുന്നത് കാണിച്ചു തരാം. സോ ഇവിടെ വന്ന് ഇവിടെ ടാക്സബിലിറ്റി എന്നുള്ളിടത്ത് അവിടെ 0 റേറ്റഡ് സെലക്ട് ചെയ്താൽ മാത്രം മതി. ഓക്കെ, ദെൻ എക്സംപ്റ്റഡ് സ്റ്റോക്ക്. സോ ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഡീറ്റെയിൽസിൻ്റെ അകത്ത് എക്സംപ്റ്റഡ് സ്റ്റോക്ക് എന്നുള്ള ഇൻഫർമേഷൻസ് അവിടെ പോയിട്ട് അത് സെറ്റ് ചെയ്യാം. സോ ഇത്രയും കാര്യങ്ങൾ സെറ്റ് കഴിഞ്ഞാൽ നമുക്ക് ഒരു ഇൻവോയ്സിൻ്റെ അകത്ത് തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് പർച്ചേസ് നമ്മൾ എൻ്റർ ചെയ്തു. അതുപോലെ വാറ്റ് ഇവിടെ ഇൻപുട്ട് വാറ്റ്, ഇവിടെ ഞാൻ കറന്റ് അസറ്റ് സെലക്ട് ചെയ്യും, കറന്റ് അസറ്റും സെലക്ട് ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. സോ ഇതാണ് വാറ്റിന്റെ കോൺഫിഗറേഷൻ. വാറ്റ് എന്ന് പറഞ്ഞാൽ ഒരു ലെഡ്ജർ ആണെങ്കിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ ഇൻപുട്ട് വാറ്റ് സെപ്പറേറ്റ്, ഔട്ട്പുട്ട് വാറ്റ് സെപ്പറേറ്റ് സെലക്ട് ചെയ്യാം. ഏത് സിനാരിയോയിലാണെങ്കിലും ഇതിന് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല. ഡ്യൂട്ടീസ് ആൻഡ് ടാക്സസ് വാറ്റ്, കറന്റ് അസറ്റിന്റെ അണ്ടറിലും കറന്റ് ലാബിലിറ്റി അണ്ടറിലും ക്രിയേറ്റ് ചെയ്യാം. അതുകൊണ്ട് തെറ്റൊന്നുമില്ല, അതും കറക്റ്റ് ആണ്. ഓക്കെ, ഞാൻ സെലക്ട് ചെയ്തു, സേവ് ചെയ്തു. അപ്പൊ ഞാൻ ഒരു നോർമൽ ലോക്കൽ പർച്ചേസ് ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഇവിടെ കണ്ടോ, വാറ്റ് ടിൻ നമ്പർ എൻ്റേർഡ് ഷുഡ് ബി ആൽഫ ന്യൂമറിക്. അപ്പൊ ഞാനിത് ജസ്റ്റ് ഒരു ടിൻ നമ്പർ എൻ്റർ ചെയ്തിരിക്കുന്ന ഒരു ഇവിടെ നിങ്ങൾക്ക് കാണാം, സപ്ലൈറിന്റെ അകത്ത് ഞാൻ ജസ്റ്റ് ഒരു ടിൻ നമ്പർ ഒരു കറക്റ്റ് ആയിട്ടല്ല എൻ്റർ ചെയ്തിരിക്കുക. അപ്പൊ അത് ടാലി റെക്കഗ്നൈസ് ചെയ്ത് പറയാണ് അത് ഒരു ആൽഫ ന്യൂമറിക് ആയിരിക്കും വാറ്റ് നമ്പർ എന്നുള്ളത് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. അപ്പൊ അത് ഏതാണോ കറക്റ്റ് ടിൻ നമ്പർ അത് നിങ്ങൾ എൻ്റർ ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാൻ ഇത് ട്രാൻസാക്ഷൻ സേവ് ചെയ്തു. അപ്പൊ ഇതാണ് ഒരു ലോക്കൽ പർച്ചേസ് എൻ്റർ ചെയ്യുന്നത്. ഇനി നെക്സ്റ്റ് ഇത് ക്ലിയർ ആണെന്ന് കരുതുന്നു. അടുത്ത് ഞാനൊരു സപ്ലയർ, അതായത് ഞാൻ ഒമാനിലാണ്, ബട്ട് ഞാൻ UAE ഒരു സാധനം പർച്ചേസ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവും അല്ലെ, നമ്മൾ വേറൊരു രാജ്യത്ത് നിന്ന് മേടിക്കാൻ നമുക്ക് കസ്റ്റംസ് ഡ്യൂട്ടി ഉണ്ടാവും. അപ്പൊ അതിന് വേണ്ട ഒരു എന്താന്ന് പറഞ്ഞാൽ നമ്മൾ ഇത് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഏതാണോ കൺട്രി ആ കൺട്രി സെലക്ട് ചെയ്യണം. ഇതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും കാര്യങ്ങൾ ട്രാൻസാക്ഷനകത്ത് എടുക്കാൻ പോകുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് വാറ്റിന്റെ ആവശ്യമില്ല അല്ലെ, കറക്റ്റ് വേന്ന് മേടിക്കുമ്പോൾ വാറ്റ് ഇല്ല, കാരണം ഓൾറെഡി ഈ കൺട്രിയിൽ നിന്ന് വാറ്റ് എനേബിൾ ആയ കൺട്രിയിൽ നിന്ന് മേടിക്കുമ്പോൾ വാറ്റിന്റെ ആവശ്യം വരുന്നില്ല, വാറ്റ് സെലക്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ടാക്സബിൾ ഐറ്റം എന്ന് പറഞ്ഞാൽ ഞാനൊരു സ്റ്റോക്ക് ഐറ്റം ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിൽ നോർമൽ ക്രിയേഷൻ തന്നെ. ഇതിനുശേഷം ഞാൻ ഇവിടെ എന്ത് ചെയ്തു, എനിക്ക് വാറ്റിന്റെ ആവശ്യമില്ല, എനിക്ക് കസ്റ്റംസ് ഡ്യൂട്ടിയാണ് വരുന്നത്. കസ്റ്റംസ് ഡ്യൂട്ടിനെ ക്രിയേറ്റ് ചെയ്തിരിക്കുന്നത് ഒരു എക്സ്പെൻസ് ആണ് എന്റെ, കറക്റ്റ് എക്സ്പെൻസ് ആണ്. അത് 5% ടാക്സ് റേറ്റ് ഉണ്ടെങ്കിൽ ആ റേറ്റ് എത്രയാണോ ഉള്ളത് ആ റേറ്റ് നമുക്ക് അതിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ 5% ടാക്സ് കസ്റ്റംസ് ഡ്യൂട്ടി കൊടുക്കുന്നു. അതിനുശേഷം ഇവിടെ ഓൾറെഡി ടാക്സ് വാല്യൂ വന്നു. ഇനി ഇത് വാറ്റ് പേ ടു കസ്റ്റംസ് ആണെങ്കിൽ അത് ഞാൻ വേറെ സിനാരിയോ പറഞ്ഞു. ഇപ്പൊ ജസ്റ്റ് ഒരു UAE ഒരു സാധനം മേടിക്കുന്നു, അപ്പൊ ഇതിന് കസ്റ്റംസ് ഡ്യൂട്ടി മാത്രം ഞാൻ എടുക്കുന്നു, എൻ്റർ ചെയ്യുന്നു, എനേബിൾ ചെയ്യുന്നു, യെസ് ചെയ്യുന്നു. ഇനി ഇത് വാറ്റ് പേ ടു കസ്റ്റംസ് ആണെങ്കിൽ, അതായത് നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ RCM എന്ന് പറയില്ല, റിവേഴ്സ് ചാർജ് മെക്കാനിസം വഴി വരും. അപ്പൊ ഇവിടെ ഞാൻ ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിട്ട് ഇവിടെ എൻ്റർ ചെയ്ത് ഈ ഒരു ഓപ്ഷൻ്റെ അകത്ത് ഈ ഒരു സാധനം ഈ ഒരു ഫീച്ചർ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇവിടെ വാറ്റ് പേ ടു കസ്റ്റംസ് എനേബിൾ കഴിഞ്ഞാൽ ഇത് എന്തായി, ഞാൻ ഇതിന് വേണ്ടിയിട്ട് വാറ്റ് പേ ടു കസ്റ്റംസ് എന്ന് പറഞ്ഞ ഒരു ട്രാൻസാക്ഷൻ ആണ് നടത്തിയിരിക്കുന്നത്. അത് നമുക്ക് അടുത്തൊരു ട്രാൻസാക്ഷൻ നോക്കാം. ഇതിപ്പോ നോർമൽ UAE ഒരു സാധനം മേടിക്കുന്നത് എങ്ങനെയാണ്, കാരണം ഇത് നമ്മളെ കോസ്റ്റ് കൂടണം, കാരണം ഇത് കസ്റ്റംസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ അതുകൂടി എന്റെ പ്രൊഡക്റ്റിന്റെ കോസ്റ്റിനകത്ത് ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് ഈ ഒരു ട്രാൻസാക്ഷൻ്റെ അകത്ത് ഈ ഒരു അലൈൻ ഐറ്റം കൂടി ആഡ് ചെയ്തിരിക്കുന്നത്. ഇറ്റ്സ് എ എക്സ്പെൻസ് അല്ലെ, ഒരു സാധനം പർച്ചേസ് ചെയ്യാണ്, അപ്പോൾ ഡയറക്റ്റ് എക്സ്പെൻസ്, ഇൻഡയറക്റ്റ് അല്ല, അത് നമ്മുടെ സ്റ്റോക്കിന്റെ അകത്ത് ആഡ് ചെയ്യേണ്ടതാണ് ആ വാല്യൂ. സപ്ലൈ ഫ്രം ഓക്കെ. ഇനി ഒരു ഇന്ത്യയിൽ നിന്ന് ഒരു സാധനം മേടിക്കുകയാണെങ്കിൽ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് പർച്ചേസ് ട്രാൻസാക്ഷൻ, അതും ഈ പറഞ്ഞ പോലെ മെയിൻലി നമ്മൾ കോൺഫിഗറേഷൻ പാർട്ടിലെ കൺട്രി സെലക്ട് ചെയ്യുന്നത് ശ്രദ്ധിക്കുക. ഓക്കെ, അതിനുശേഷം ഇവിടെ ജസ്റ്റ് ഒരു ഐറ്റം ക്രിയേറ്റ് ചെയ്ത് സെയിം ഐറ്റം ഞാൻ സെലക്ട് ചെയ്തു, ഇവിടെ എൻ്റർ ചെയ്ത് പോകുന്ന സമയത്ത്
ഇവിടെ നമുക്ക് ഒരു കാര്യം ശ്രദ്ധിക്കേണ്ട എന്ന് വെച്ചാൽ നമ്മൾ ഇവിടെ ഈ ഒരു ഇത് കണ്ടോ, ഞാൻ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ടാക്സ് ഡീറ്റെയിൽസ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഒരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ നമുക്ക് ഇമ്പോർട്ട് ആണോ അല്ലെങ്കിൽ എന്താണ് ഇൻട്രാസ്റ്റേറ്റ് GCC ആണ്, ഇത് നമുക്ക് സെലക്ട് ചെയ്ത് കൊണ്ടുവരാം. ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് നിങ്ങളുടെ എൻ്റർ ചെയ്യുമ്പോൾ വരുന്നില്ല എന്നുണ്ടെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി F12 നമ്മുടെ കോൺഫിഗറേഷൻ്റെ അകത്ത്, അതായത് കോൺഫിഗറേഷൻ്റെ അകത്ത് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അത് എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടത്തുള്ളൂ. അത് നമ്മുടെ F11 ഫീച്ചേഴ്സിൻ്റെ അകത്ത് പോയിട്ട് നമ്മുടെ ഇതിൻ്റെ അകത്ത് ഒരു നമ്മുടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ഈ ഒരു ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, നമ്മൾ പർച്ചേസ് ആണെങ്കിൽ അല്ലെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. കോൺഫിഗറേഷൻ്റെ അകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്തിരിക്കണം. എസ് ആണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് കിട്ടത്തുള്ളൂ, ആ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ കിട്ടത്തുള്ളൂ. അതാണ് നമ്മുടെ മിക്കവാറും നമ്മളിപ്പോൾ ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഞാൻ എക്സ്പെൻസ് എൻ്റർ ചെയ്യുമ്പോൾ അതിലോട്ടേക്ക് വരാം, എങ്ങനെയാണ് അത് നിങ്ങൾക്ക് ബെനിഫിറ്റ് ആയിട്ട് വരുന്നത് എന്നുള്ളത്. ഓക്കെ, ഇന്ത്യയിൽ നിന്ന് എങ്ങനെയാണ് ഒരു ട്രാൻസാക്ഷൻ മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യാന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. സോ നമ്മളിപ്പം ഡിഫറെന്റ് സിനാരിയോ കണ്ടു. ലോക്കൽ സപ്ലയർ, അതേപോലെ സപ്ലയർ ഫ്രം UAE, then supplier from local supplier കണ്ടു, ഡിഫറെന്റ് ടാക്സ് റേറ്റ് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നത് കണ്ടു, UAE എങ്ങനെയാണെന്ന് കണ്ടു. അതേപോലെ തന്നെ ഇനി ഒരു ക്യാഷ് പർച്ചേസ്, ഇങ്ങനെയാണ് ഒരു ക്യാഷ് പർച്ചേസ് ട്രാൻസാക്ഷൻ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. സോ ആ സമയത്തും ജസ്റ്റ് എൻട്രി ചെയ്യുക. ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് പാർട്ടിയുടെ സ്ഥലത്ത് നമ്മൾ എന്ത് ചെയ്യുന്നു, ക്യാഷിനെ സെലക്ട് ചെയ്യുന്നു, എൻട്രി ചെയ്യുന്നു. ഇവിടെ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, ഇത് അൺരജിസ്റ്റേർഡ്, അതായത് കാരണം അത് നമുക്ക് അറിയത്തില്ല ഒരു രജിസ്റ്റേർഡ് ആണോ റെഗുലർ ആണോ എന്നുള്ളത്. സെലക്ട് ചെയ്യണത് അൺരജിസ്റ്റേർഡ് സെലക്ട്. ഓക്കെ, സോ ദാറ്റ് ഈസ് ദ സോ ഇത്രയാണ് പർച്ചേസ് റിലേറ്റഡ് ആയിട്ട് എനിക്ക് സംസാരിക്കാനുള്ളത്. ഓക്കെ, ദെൻ നെക്സ്റ്റ് നമുക്ക് സെയിൽസ് റിലേറ്റഡ് ആയിട്ട് നോക്കാം. അതായത് സെയിൽസ് എങ്ങനെയൊക്കെയാണ് എൻ്റർ ചെയ്തിരിക്കുന്നത് നോക്കാം. സോ ഇവിടെയും സെയിം പർച്ചേസ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് അതേപോലെ തന്നെ ഞാൻ ഓൾറെഡി ക്രിയേറ്റ് ചെയ്യേണ്ടതായിട്ട് നമുക്കറിയാം. ഒറ്റ സ്ക്രീനിൻ്റെ അകത്ത് തന്നെ നമുക്ക് എല്ലാ ഹലോ സമ്മൺ ഈസ് ടോക്കിംഗ്, പ്ലീസ് ഒന്ന് മ്യൂട്ട് ചെയ്യോ, കാരണം മറ്റുള്ളവർക്ക് ചെറിയ ഡിസ്റ്റർബൻസ് വരും ടോക്ക് ചെയ്യുമ്പോൾ. ഹലോ, okay, I will put metro. Okay, fine. സോ നമുക്കറിയാം നേരത്തെ പർച്ചേസ് നമ്മൾ എങ്ങനെയാണ് എൻട്രി ചെയ്തത്, അതേപോലെ നമുക്ക് ഒരു സിംഗിൾ ഇൻവോയ്സിന്റെ അകത്ത് തന്നെ നമുക്ക് ഡിഫറെന്റ് ആയിട്ട് സെയിൽസ് ഒരേ ഇൻവോയ്സ് തന്നെ ഡിഫറെന്റ് കൈൻഡ് ഓഫ് സെയിൽസ് ഒറ്റ ട്രാൻസാക്ഷൻ ആയിട്ട് എൻട്രി ചെയ്യാം, അല്ലെങ്കിൽ ഡിഫറെന്റ് ടാക്സ് റേറ്റിലെ ഇൻവോയ്സ് എൻട്രി ചെയ്യാം. സോ ഇവിടെയും സെയിം തന്നെ പാർട്ടി സെലക്ട് ചെയ്യുമ്പോൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാർട്ടിയുടെ ക്രിയേഷൻ സ്ക്രീനിൻ്റെ അകത്ത് ഈ ഒരു സെലക്ട് കോൺഫിഗറേഷൻ, ഇതാണ് മെയിൻലി ശ്രദ്ധിക്കേണ്ടത്. നിങ്ങൾ എൻട്രി ചെയ്യുന്നതാണ്, എന്നാലും ജസ്റ്റ് ഞാൻ പറഞ്ഞു പോയെന്നുള്ളൂ. നമുക്കറിയാം ഇവിടെ വെച്ച് ജസ്റ്റ് ഞാൻ ഇവിടെ ഇതിന്റെ പ്രിന്റ് ഔട്ട് സ്ക്രീൻ ഒന്ന് എടുക്കാം. ഇതാണ് നമ്മുടെ പ്രിന്റ് വരുന്നത്. ഇതിപ്പോ നമുക്ക് ഇതിപ്പോ അറബിക്കായിട്ട് വന്നിരിക്കുന്ന, അറബിക്കും ബൈലിംഗും അല്ല, അതായത് നമ്മൾ കോൺഫിഗറേഷൻ്റെ അകത്ത് പോയിട്ട് നമുക്കിത് സിംഗിൾ ഇവിടെ കാണാൻ പ്രിന്റ് ടൈപ്പ് ഇവിടെ ആണ് ചേഞ്ച് ചെയ്യുന്നത്. ബൈലിംഗിൽ വേണമെങ്കിൽ ബൈലിംഗിലാക്കാം, അല്ലെങ്കിൽ അറബിക് ഇംഗ്ലീഷ് ഏത് രീതിയിൽ നമുക്ക് ഇതിനെ കൺവേർട്ട് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ എന്തൊക്കെയാണ് നമുക്ക് ഇൻവോയ്സിനകത്ത് പ്രിന്റ് വേണ്ടത്, ടാക്സ് ബിഫോർ, പെർസെന്റേജ് വേണോ, ഇതെല്ലാം നമുക്ക് ഈ കോൺഫിഗറേഷൻ്റെ അകത്ത് പോയിട്ട് ക്രിയേറ്റ് ചെയ്താൽ മതി. കോൺഫിഗറേഷൻ പോൾട്ട് പി അടിക്കുക, കോൺഫിഗർ, ഈ കോൺഫിഗറേഷൻ്റെ അകത്ത് പോയിട്ട് യെസ് ഓർ നോ എനേബിൾ ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ഏതൊക്കെ സ്ക്രീൻ വേണം വേണ്ട എന്നുള്ളത് ഇതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും. പിന്നെ അതേപോലെ തന്നെ നെക്സ്റ്റ് ഒന്നുണ്ട്, നമുക്ക് ഈ ഡയറക്റ്റ് ആയിട്ട് എന്താ പറയാ ഈ ക്രെഡിറ്റ്, അതായത് നമ്മുടെ ഇൻക്ലൂഡിങ് വാറ്റ്, അതായത് നമ്മൾ ചില ട്രാൻസാക്ഷൻ എൻട്രി ചെയ്യുന്ന സമയത്ത്, ഞാൻ ഇതിൻ്റെ അകത്തൊരു എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. 1 minute. ഓക്കെ, ഞാൻ ഈ ഒരു പ്രൊഡക്റ്റ് വിൽക്കുന്നു, ഇതിൻ്റെ അകത്ത് എനിക്ക് ഈ റേറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ആക്ച്വലി ഇപ്പൊ ഒരു 30,000 ആണെങ്കിൽ ഇതിന്റെ അവിടെ ഇൻക്ലൂഡഡ് ടാക്സ്, അതായത് 30,000 എന്ന് പറയുന്നത് 30,000 ടാക്സ് കൂടി കാൽക്കുലേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് എങ്ങനെയാണ് ചെയ്യുന്നത്, അത് ജസ്റ്റ് നമ്മൾ കോൺഫിഗറേഷനകത്ത് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, പ്രൊവൈഡ് റേറ്റ് ഇൻക്ലൂസീവ് ഓഫ് ടാക്സ് ഓൺ സ്റ്റോക്ക് ഐറ്റം. ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂഡിങ് റേറ്റ് ആയിട്ട് ഇതിന് നമുക്ക് എൻട്രി ചെയ്യാൻ വേണ്ടി പറ്റും. ഞാനിവിടെ എൻട്രി ചെയ്യുന്നു, ഞാനൊരു ട്രാൻസാക്ഷൻ എൻട്രി ചെയ്ത് കാണിച്ചു തരാം. Voucher. Okay, I am selling this, just creating a party, save
sundry debtors. ഇത് പ്രൊഡക്റ്റ് വിൽക്കുകയാണ്. ഓക്കെ, ജസ്റ്റ് എൻ്റർ ദി പാർട്ടി സെയിൽ അക്കൗണ്ട് ആയിട്ട് ഞാൻ സെലക്ട് ചെയ്തു. ഒരു ഇലക്ട്രോണിക്സ് ഐറ്റം 100. അതിന് മുന്നേ എന്ത് ചെയ്യണം, എനിക്ക് ഇത് എനേബിൾ ചെയ്ത് കൊടുക്കണം. ഞാൻ ഓൾറെഡി എനേബിൾഡ് ആണ്. അത് ജസ്റ്റ് ഒരു എൻട്രി ചെയ്ത് തരാം. Sorry, 1 minute. Okay. So, നിങ്ങൾക്ക് ഇവിടെ കാണാം, ഞാൻ ആ ഒരു ഓപ്ഷൻ ഇൻക്ലൂസീവ് റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്തു. ഇവിടെ എനിക്ക് സപ്പോസ് 50 റിയാൽ ആണ് എൻ്റെ ഈ പ്രൊഡക്റ്റിന്റെ വാല്യൂ എന്ന് കരുതി കഴിഞ്ഞാൽ ഞാൻ ജസ്റ്റ് 50 റിയാൽ എന്ന് മാത്രം എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ഇൻക്ലൂസീവ് റേറ്റ് ഇവിടെ എടുത്തു. അതായത് എത്രയാണോ റേറ്റ് വന്നിരിക്കുന്നത് 50, അതിന്റെ ബാക്ക് വർക്ക് റേറ്റ് ഇവിടെ എൻട്രി എടുത്തു. അതായത് 47 സംതിങ് ഇത് വരും. ബാക്കി എമൗണ്ട് വാറ്റിലേക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ട് പോകും. അപ്പം നമുക്ക് ഇത് യൂസ് ചെയ്തിട്ട് പിന്നെ ചെയ്യേണ്ട ആവശ്യമില്ല. ഓട്ടോമാറ്റിക്കലി ബാക്ക് വർക്ക് റേറ്റ് ഇൻക്ലൂസീവ് റേറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എടുക്കും. അപ്പൊ അതിന് നമ്മൾ നേരത്തെ കണ്ട ഈ ഒരു ഓപ്ഷൻ F12 പോയിട്ട് F12 പ്രൊവൈഡ് റേറ്റ് ഓഫ് ഈ ഒരു ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഇൻക്ലൂസീവ് ആയിട്ട് ഐറ്റത്തിന്റെ റേറ്റ് മാത്രം അറിയായിരിക്കും. അപ്പൊ ജസ്റ്റ് റേറ്റ് മാത്രം എൻ്റർ ചെയ്തിട്ട് ഓട്ടോമാറ്റിക്കലി ബാക്ക് വർക്ക് റേറ്റ് അതിന്റെ ഇൻക്ലൂസീവ് റേറ്റ് കൂടി അതിന്റെ കൂടെ എടുക്കുന്നതായിരിക്കും. അപ്പൊ ഇതൊരു ട്രാൻസാക്ഷൻ. പിന്നെ അതേപോലെ തന്നെ നമുക്ക് സർവീസ് ചാർജ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മാത്രം എൻ്റർ ചെയ്യണം. ഐറ്റം ഇല്ല, ഒരു സർവീസ് റിലേറ്റഡ് ഉള്ള ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ ജസ്റ്റ് എൻ്റർ ചെയ്യാം. പാർട്ടി ക്രിയേറ്റ് ചെയ്യുന്ന നിങ്ങൾക്കറിയാം. ജസ്റ്റ് ഞാനിവിടെ സർവീസ് ചാർജ് എന്ന് പറഞ്ഞിട്ടൊരു ഐറ്റം ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് സെയിൽസ് അക്കൗണ്ട് അണ്ടറിൽ. ഓക്കെ, ടാക്സബിൾ ഇതാണ് കോൺഫിഗറേഷൻ വരുന്നത്. ദെൻ ഞാൻ എൻ്റർ ചെയ്തു. അതിനുശേഷം ഞാൻ ഔട്ട്പുട്ട് വാറ്റ് സെലക്ട് ചെയ്തു. വാറ്റ് ഓട്ടോമാറ്റിക്കലി വാറ്റ് എടുത്തു. അപ്പൊ ഇതാണ് ഒരു സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഇൻവോയ്സ് എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത് എന്നുള്ളതാണ് ഞാനിപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് നമ്മുടെ ഇതിനെ ബേസ് ചെയ്തിട്ട് അത് നമുക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും. സോ ഈ ഒരു സിനാരിയോയിൽ സർവീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സ്പെൻസസ്. നമ്മൾ സെർട്ടൻ എക്സ്പെൻസസ് നമ്മൾ എങ്ങനെയാണോ ചെയ്തിരിക്കുന്നത് നമുക്ക് നോക്കാം. അതായത് സേ ഫോർ എക്സാമ്പിൾ നമുക്ക് ടെലിഫോണിക് എക്സ്പെൻസസ്, അതേപോലെ ട്രാവലിംഗ്, പെട്രോൾ, ഇതിന്റെയൊക്കെ നമുക്ക് എങ്ങനെ വാറ്റ് ആഡ് ചെയ്യുന്നത് നോക്കാം എക്സ്പെൻസിന്റെ റിലേറ്റഡ് ആയിട്ട്. അപ്പൊ അതിന് ഞാൻ ബേസിക്കലി ഒരു എൻട്രി ഇവിടെ ഓൾറെഡി ചെയ്തു വെച്ചിട്ട് ജസ്റ്റ് ഞാൻ കാണിക്കുകയാണ്. ഓക്കെ, സോ 1 moment. ഓക്കെ, സ്റ്റേഷനറീസ്. ഇത് ഞാൻ സ്റ്റേഷനറി മേടിച്ചിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഇൻപുട്ട് വാറ്റ് എനിക്ക് ക്ലെയിം ചെയ്യാം. ഓഫീസിൽ തന്നെ ഇൻപുട്ട് വാറ്റ് ക്ലെയിം ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പൊ ഞാൻ ജസ്റ്റ് പാർട്ടി ക്യാഷ് സെലക്ട് ചെയ്തു. സ്റ്റേഷനറീസ് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു ഐറ്റം ക്രിയേറ്റ് ചെയ്തു, ലെഡ്ജർ ക്രിയേറ്റ് ചെയ്തു. അതിന്റെ അകത്ത് ഇൻഡയറക്റ്റ് എക്സ്പെൻസിൽ ടാഗ് ചെയ്തു. ഇവിടെ സ്റ്റാറ്റ്യൂട്ടറി ഇൻഫർമേഷൻ്റെ അകത്ത് ടാക്സബിൾ 5% കോൺഫിഗറേഷൻ ചെയ്തു. ഓക്കെ, ദെൻ എൻ്റർ ചെയ്തു. ഇവിടെ നമുക്ക് വാല്യൂ, അതായത് ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾക്ക് എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അതിലേക്ക് ആ എമൗണ്ടിനെ ഓവർ റൈഡ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. മിക്കവാറും നമ്മൾ ഈ ഒരു ഇതിൻ്റെ അകത്ത് കോൺഫിഗർ ചെയ്യാതിരിക്കുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്, ടാക്സ് റേറ്റ് ചിലപ്പോൾ നമ്മുടെ വാറ്റ് റിട്ടേൺ ഫോമിൽ വന്നിട്ടാന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ആ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇത് കണ്ടോ, സ്റ്റാറ്റ്യൂട്ടിൻ്റെ അകത്ത് ഇത് നമ്മൾ ടാഗ് ചെയ്ത് കൊടുക്കും. ടാക്സബിൾ എന്നുള്ള ഈ ഒരു ഇത് വരുന്നതാണെങ്കിൽ ഇവിടെ F12 കോൺഫിഗറേഷൻ്റെ അകത്ത് പോയിട്ട് നമ്മളെ എന്താ പറയുക നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് എനേബിൾ ചെയ്ത് കൊടുക്കണം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും, നമുക്ക് അതിനെ കോൺഫിഗർ ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റും. അതായത് നമുക്ക് ഏതിലൊക്കെയാണ് ടാഗ് ചെയ്യുന്നത് അത് അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇൻപുട്ടിലോട്ട് നമ്മുടെ വാറ്റ് റിട്ടേൺ ഫോമിലോട്ടേക്ക് അതിന്റെ ഡീറ്റെയിൽസ് വരുന്നതായിരിക്കും. ഓക്കെ, ഇവിടെ ഇപ്പം ടാക്സബിൾ ആണെങ്കിൽ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിപ്പം ബേസിക്കലി ടാക്സബിൾ ഡൊമസ്റ്റിക് ടാക്സബിൾ പർച്ചേസ് ആണെങ്കിൽ ഇത് നമുക്ക് ജസ്റ്റ് സെലക്ട് ചെയ്യാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അതിനെ റിപ്പോർട്ടിലേക്ക് അവൈലബിൾ ആയിട്ട് വരും. അപ്പൊ ഇങ്ങനെയാണ് നമ്മളൊരു എക്സ്പെൻസ് ഇതിലേക്ക് എൻട്രി ചെയ്ത് വരുന്നത്. ഓക്കെ, സോ പർച്ചേസ് സെയിൽസ് ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഓൾറെഡി ചെയ്യുന്നത്. ജസ്റ്റ് ഒന്ന് റീക്യാപ്പ് ചെയ്ത് തന്നേ ഉള്ളൂ കോൺഫിഗറേഷൻസ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതിൽ റിലേറ്റഡ് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൽ ചോദിക്കാം. ഇനി നമ്മൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നെക്സ്റ്റ് നമ്മുടെ വാറ്റ് ഇത് റിട്ടേൺ ഫോമിൽ ഇത് എങ്ങനെയൊക്കെയാണ് റിഫ്ലക്ട് ചെയ്യുന്നത് നോക്കാം. വാറ്റ് റിട്ടേൺ ഫോമിലേക്ക് പോകുന്നതിന് മുന്നേ നമുക്ക് RCM നമ്മൾ റിവേഴ്സ് ചാർജ് മെക്കാനിസത്തിനെ കുറിച്ച് പറഞ്ഞു, അതേപോലെ വാറ്റ് പേ ടു കസ്റ്റമർ പറഞ്ഞു. പിന്നെ അതേപോലെ വേറെ ഒരു ഇതുണ്ട് അഡ്വാൻസ്. നമ്മൾ എന്തെങ്കിലും അഡ്വാൻസ് കൊടുക്കുകയാണെങ്കിൽ അതിന് നമുക്ക് ടാക്സ് പിടിക്കാനുള്ള ഒരു
ഓപ്ഷൻ കൂടി ഉണ്ട് ടാലിയിൽ. അപ്പൊ അത് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് നോക്കാം. ആ ഒരു ട്രാൻസാക്ഷൻ കൂടി നോക്കിയിട്ട് നമുക്ക് ഇതിലോട്ടേക്ക് പോവാം, നമ്മുടെ വാറ്റ് റിട്ടേണിലോട്ടേക്ക് പോവാം. അപ്പം അതിന് ഞാൻ ബേസിക്കലി ഒരു ട്രാൻസാക്ഷൻ കാണിച്ചാൽ അഡ്വാൻസ് റിലേറ്റഡ് ആയിട്ട് എങ്ങനെയാണ് എടുക്കുന്നുള്ളത്. അപ്പൊ ഞാൻ വൗച്ചറിൽ വന്നു, റിസീപ്റ്റിൽ നമുക്ക് റിസീപ്റ്റിലാണ് നമുക്ക് അഡ്വാൻസ് സെലക്ട് ചെയ്യാൻ പറ്റുന്നത്. ഞാൻ ബാങ്കിൽ സെലക്ട് ചെയ്തു. അപ്പൊ അതിനുശേഷം എനിക്ക് ബേസിക്കലി എന്താ പറയാ, എങ്ങനെയാണ് ഒരു 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 ഇത് കിട്ടുവാണെങ്കിൽ അതിന്റെ ബേസ് ചെയ്തിട്ട് എങ്ങനെയാണ് നമ്മൾ അഡ്വാൻസ്, അതായത് ഇപ്പൊ ഫോർ 10,000 എനിക്ക് അഡ്വാൻസ് കിട്ടണം. അപ്പൊ അതിന്റെ മുകളിൽ ഇനിയിപ്പോ ചിലപ്പോൾ ആ എമൗണ്ടിന്റെ മുകളിൽ ടാക്സ് പിടിക്കണം എന്നുണ്ടെങ്കിൽ അതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതാണ് ഞാൻ ഇതിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി കോൺഫിഗർ ചെയ്തിട്ടുണ്ട്, ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. മൊമെന്റ്. Receipt. Okay. So, okay, ഞാൻ ഇത് റെസിപ്റ്റ് ഓൾറെഡി എൻ്റർ ചെയ്തിട്ടുണ്ട്. ഇവിടെ സ്റ്റാർട്ട് അഡ്ജസ്റ്റ്മെന്റ് എന്നൊരു ഓപ്ഷൻ കാണാം നിങ്ങൾക്ക്. ഈ ഒരു ഓപ്ഷൻ എന്ത് ചെയ്യണം, ആദ്യം എനേബിൾ ചെയ്യണം. ജസ്റ്റ് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഞാൻ എൻട്രി പാസ്, അതിനുശേഷം ഞാൻ ജസ്റ്റ് ബാങ്ക് സെലക്ട് ചെയ്യുന്നു, പാർട്ടി സെലക്ട് ചെയ്യുന്നു. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ക്രീൻ അവൈലബിൾ ആയിട്ട് വരും. അവിടെ എത്ര പെർസെന്റ് ടാക്സ്, 5% ആണ്. അതിന് എത്ര, ഇപ്പം സേ ഫോർ എക്സാമ്പിൾ 1,000 എനിക്ക് അഡ്വാൻസ് കിട്ടി, അതിന് ഫുൾ ആയിട്ട് എനിക്ക് ടാക്സ് പിടിക്കണമെങ്കിൽ ആ എമൗണ്ട് അക്സസിബിൾ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്യാം. അതല്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എത്രയാണ് ടാക്സ് പിടിക്കേണ്ടത് ആ അക്സസിബിൾ വാല്യൂ ഇവിടെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി ടാക്സ് എടുത്ത് ഇതിന്റെ റിപ്പോർട്ട് നിങ്ങൾക്ക് ഇവിടെ കിട്ടും. നിങ്ങളുടെ വാറ്റ് റിട്ടേൺ ഫോമിൽ ഈ റിപ്പോർട്ട് അവൈലബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ജസ്റ്റ് ഒന്നുള്ള കോൺഫിഗറേഷനിൽ ജസ്റ്റ് ഇവിടെ വരിക, റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, സ്റ്റാർട്ട് അഡ്ജസ്റ്റ്മെന്റ് ഓപ്ഷൻ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ഓപ്ഷൻ എനേബിൾ ആയിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, one moment. സോ ഇതാണ് അഡ്വാൻസ് റിസീപ്റ്റിന്റെ വരുന്നത് ഡിസ്പ്ലേ. ഇനി നമുക്ക് വാറ്റ് റിട്ടേൺ ഇത് എങ്ങനെയൊക്കെയാണ് റിഫ്ലക്ട് ചെയ്തിരിക്കുന്നത് നോക്കാം. അതാണ് ബേസിക്കലി നമുക്കിപ്പോൾ ആവശ്യമുള്ള ഒരു കാര്യം. അതായത് നമ്മൾ ഓൾറെഡി ട്രാൻസാക്ഷൻസ് ചെയ്തു, പർച്ചേസ് ചെയ്തു, സെയിൽ ചെയ്തു, അഡ്വാൻസ് റെസിപ്റ്റ് RCM ചെയ്തു, ഇമ്പോർട്ട് ചെയ്യുന്നത് എങ്ങനെയാണ് നോക്കി. അതേപോലെ നമ്മൾ നോക്കിയിരിക്കുന്നത് എങ്ങനെയാണ് നമ്മുടെ എക്സ്പെൻസസ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത്. ഇപ്പൊ ഇതെല്ലാം നമ്മൾ എൻട്രി പാസ് ചെയ്ത് കഴിഞ്ഞു. ഈ എൻട്രി പാസ് ചെയ്ത് എങ്ങനെ നമ്മൾ വാറ്റ് റിട്ടേൺ ഫോമിൽ എഫക്ട് ആയെന്നുള്ളത് നോക്കാം. ഞാൻ ഡിസ്പ്ലേ വാറ്റ് റിപ്പോർട്ട്സ്, ഇവിടെ നമുക്ക് വാറ്റ് റിട്ടേൺ എന്ന് കാണാം. വാറ്റ് റിട്ടേൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയാണ് നമ്മുടെ എല്ലാ വാറ്റ് റിട്ടേൺ നമ്മൾ ചെയ്തിരിക്കുന്ന ട്രാൻസാക്ഷന്റെ എല്ലാ കാര്യങ്ങളും നമ്മൾ വരുന്നത് ഇവിടെയാണ്. ഓക്കെ, വാറ്റ് റിട്ടേൺ ഫോമിൽ. അപ്പൊ ഞാനിവിടെ ഒരു ക്വാർട്ടർലി എടുക്കുകയാണ്. ഇപ്പൊ ഞാൻ മാർച്ച് ഏപ്രിൽ തൊട്ട് എടുക്കുകയാണെങ്കിൽ ഓക്കെ, സോ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ എസ്പെഷ്യലി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ കറക്ഷൻ നീഡഡ് എന്നുണ്ടോ. നമ്മൾ ചെയ്തിരിക്കുന്ന ഡാറ്റയിൽ എന്തെങ്കിലും ബൈ മിസ്റ്റേക്ക് അല്ലെങ്കിൽ ഹ്യൂമൻ എറർ എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ, ചിലപ്പോൾ ടാക്സ് നമ്മൾ സെലക്ട് ചെയ്ത് എന്തെങ്കിലും മാറിപ്പോയി, അല്ലെങ്കിൽ ടിൻ നമ്പർ, വാറ്റ് നമ്പർ, TRN നമ്പർ എൻട്രി ചെയ്തിട്ടില്ല, അങ്ങനെയൊക്കെ വരുന്ന സിനാരിയോയിലാണ് ഈ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്. ഇവിടെ നമ്മൾ ടാലി നമുക്ക് കാണിച്ചു തരും എന്താണ് കറക്ഷൻ വേണ്ടതെന്നുള്ളത്. ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ഇത് എപ്പോഴും നമ്മൾ വാറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇത് 0 ആയിരിക്കണം. ഞാൻ ജസ്റ്റ് ഇവിടെ ഇത് എൻട്രി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കാണാൻ വേണ്ടി പറ്റും എന്തൊക്കെയാണ് എറർ വന്നിരിക്കുന്നത് എന്നുള്ളത്. മിസ്മാച്ച് ഡ്യൂ ടു ടാക്സ് എമൗണ്ട് മോഡിഫൈഡ്, അതായത് ഞാൻ എൻട്രി ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും ടാക്സ് എമൗണ്ട് കറക്റ്റ് ആയിട്ട് ചെയ്തില്ല, അങ്ങനെയുള്ള സിനാരിയോയിലാണ് ഇത് വരുന്നത്. അപ്പൊ ഇവിടെ നമുക്ക് ജസ്റ്റ് വന്നിട്ട് ചെക്ക് ചെയ്യാം. എന്നിട്ട് ചെക്ക് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ കറക്ഷൻ എന്താണോ ഉള്ളത് ഇവിടെ കാണിച്ചിട്ടുണ്ട്. ആസ് പെർ കാൽക്കുലേഷൻ ഇതാണ്, ട്രാൻസാക്ഷൻ 0 ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇത് നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, ജസ്റ്റ് ഒന്നുകൂടെ കൺട്രോൾ എൻ്റർ അടിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ഇതിലോട്ടേക്കും അതിന്റെ ലെഡ്ജർ വൗച്ചർ ക്രിയേഷനിലോട്ട് പോകും. ഇവിടെ വെച്ച് നമുക്ക് എന്ത് ചെയ്യാം, ഇതിനെ കറക്റ്റ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ വാറ്റ് സെലക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ടായിരിക്കും ചിലപ്പോൾ അത് അങ്ങനെ വന്നിരിക്കുന്നത്. അപ്പൊ ഞാനിവിടെ വന്ന് വാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഔട്ട്പുട്ട് വാറ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ആ ട്രാൻസാക്ഷൻ അവിടുന്ന് റിമൂവ് ആയി. കണ്ടോ, നേരത്തെ 3 ഉണ്ടായിരുന്നു, അതിപ്പോ എന്തായി മാറി, 2 മാറി. ഇങ്ങനെ നിങ്ങൾ ഓരോ ട്രാൻസാക്ഷൻസും പോയിട്ട് കറക്റ്റ് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം. അതൊന്ന് ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇമ്പോർട്ടൻറ്റ്. പിന്നെ നമുക്ക് നമ്മൾ ചെയ്തിരിക്കുന്ന എല്ലാ ഡൊമസ്റ്റിക് സപ്ലൈസ് 0 റേറ്റഡ് എല്ലാം അതിന്റെ ഹെഡിലേക്ക് വന്നിട്ടുണ്ട്, വന്ന് പതിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്ക് അത് ഓരോന്നും വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടി എൻട്രി ചെയ്ത് നോക്കാം, കറക്റ്റ് ആണെന്നുള്ള ഒന്നുകൂടി ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഇവിടെ ഒരു ക്രെഡിറ്റ് നോട്ട് വന്നിട്ടുണ്ട്, ഞാൻ ക്രെഡിറ്റ് നോട്ടിലേക്ക് പോയിട്ടുണ്ടായില്ല. ക്രെഡിറ്റ് നോട്ട് നമുക്ക് എന്തെങ്കിലും ഒരു ഡാമേജ് വന്നു കഴിഞ്ഞാൽ നമ്മൾ അതിന് ഒന്നുകൂടി റിട്ടേൺ കൊടുക്കുന്നതാണ് അല്ലേ. അപ്പൊ ജസ്റ്റ് ഒന്നുമില്ല, ഇവിടെ അതർ വൗച്ചറിൽ പോയിട്ട് എന്ത് ചെയ്യണം, ക്രെഡിറ്റ് നോട്ട് എന്ന് പറഞ്ഞ ഓപ്ഷൻ അത് എനേബിൾ ചെയ്യുക. അതിനുശേഷം ജസ്റ്റ് എൻട്രി ചെയ്ത് പോവുക, പാർട്ടിയെ സെലക്ട് ചെയ്യുക. അപ്പൊ ഇവിടെ ഒറിജിനൽ ഇൻവോയ്സ് നമ്പർ ചോദിക്കും, ആ ഇൻവോയ്സ് നമ്പർ എൻട്രി ചെയ്യാം. ഓക്കെ, ദെൻ സെയിൽസ് അക്കൗണ്ട് കോൺഫിഗറേഷൻ സെയിൽസ് സെലക്ട് ചെയ്തു.
പിന്നെ ആ ഏതാണോ ഐറ്റം സെലക്ട് ചെയ്യുക, ഔട്ട്പുട്ട് വാറ്റ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് തിരിച്ചു കിട്ടുമല്ല, നമുക്കത് തിരിച്ചു കിട്ടും. അപ്പൊ അതാണ് ഇതിന് മൈനസ് ഫിഗർ ആയിട്ട് വന്നിരിക്കുന്നത്. ഇതാണ് സെയിൽസ് റിട്ടേൺ ഹാൻഡിൽ ചെയ്യുന്നത്. ഇതേപോലെ തന്നെ പർച്ചേസ് റിട്ടേൺ സെയിം ഡെബിറ്റ് നോട്ട് വെച്ചിട്ട് ഹാൻഡിൽ ചെയ്താൽ മതി. ഓക്കെ. ദെൻ അതേപോലെ തന്നെ നെക്സ്റ്റ് നമ്മൾ ചെയ്ത ഇൻട്രസ്റ്റ് റേറ്റ്, GCC, സപ്ലൈസ്, എക്സ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ട്രാൻസാക്ഷനിൽ. അപ്പൊ എക്സ്പോർട്ട് എങ്ങനെയാണ് വന്ന് എൻട്രി ചെയ്തിരിക്കുന്നത്, ആ എൻട്രി ചെയ്തിരിക്കുന്ന ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അതിൻ്റെ അത് വരും. അപ്പോൾ അതേപോലെ ഇത് നമ്മൾ സെയിൽസ്, ഇത് അതേപോലെ തന്നെ സെയിം പർച്ചേസിനും വന്നിട്ടുണ്ട്. പർച്ചേസും സെയിം ഇതേപോലെ തന്നെ കാര്യങ്ങൾ ചെക്ക് ചെയ്യാം. അതിനുശേഷം നമുക്ക് എന്ത് കിട്ടും, നമുക്ക് വാറ്റ് എത്രയാണോ അടക്കേണ്ടത്, അല്ലെ എത്രയാണോ റീഫണ്ട് ആണോ പെയ്ഡ് ആണോ എന്നുള്ളത് നമുക്ക് ഇവിടെ കിട്ടും. അതിനു മുന്നേ ഇവിടെ നമുക്ക് നേരത്തെ നമ്മൾ അഡ്വാൻസ് റെസിപ്റ്റ്, റിവേഴ്സ് ചാർജ്, വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ്, ഈ ഒരു 3 സിനാരിയും ചെയ്തിട്ടില്ല. വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നേരത്തെ ട്രാൻസാക്ഷൻ കണ്ടിരുന്നു. കസ്റ്റംസിന് എന്തെങ്കിലും ഇത് വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ, അതേപോലെ റിവേഴ്സ് ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെയെങ്കിലും ഒരു സാധനം ഇമ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കില്ല, അത് അവർ പേ ചെയ്യുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതിന്റെ ബേസിൽ റിവേഴ്സ് ചാർജ് നമുക്കത് തിരിച്ചു കിട്ടുന്നതായിരിക്കും, റിവേഴ്സ് ചാർജ് മെക്കാനിസം. അപ്പൊ അതും നമുക്ക് ലാബിലിറ്റി ബുക്ക് ചെയ്തിട്ട് ചെയ്യാൻ വേണ്ടി പറ്റും. അതേപോലെ അഡ്വാൻസ് റെസിപ്റ്റ്, ഇതെല്ലാം ഇവിടെ വന്നിട്ടുണ്ട്. റിപ്പോർട്ടിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. കണ്ടോ, ഇവിടെ ഒരു സാധനം സപ്ലയർ ഫ്രം UAE ഇതാണ്. അവിടെ കസ്റ്റംസ് റിവേഴ്സ് ചാർജ് മെക്കാനിസം ആണ് വരുന്നത് അവിടെ നിന്ന് സാധനം മേടിക്കുന്ന സമയത്ത്. അപ്പൊ അതവിടെ ഓൾറെഡി വന്നിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് താഴെ കാണാൻ വേണ്ടി പറ്റും ടോട്ടൽ ലാബിലിറ്റി ഇത്ര, ടോട്ടൽ ലാബിലിറ്റി ബുക്ക്ഡ്. അപ്പൊ ഇതിനെ ബേസ് ചെയ്തിട്ട് എൻട്രി ഞാൻ ഓൾറെഡി പാസ് ചെയ്യുന്നുണ്ട്. അതായത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി എന്ന് പറയും. ബേസിക്കലി നമ്മളിപ്പം വാറ്റ് ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലാബിലിറ്റി ബുക്ക് ചെയ്യണം. ഇത് ഓട്ടോമാറ്റിക്കലി നമ്മൾ ഇതിനകത്ത് കാണത്തേ ഉള്ളൂ. ബട്ട് നമ്മൾ അതിന് ഒരു ലാബിലിറ്റി എൻട്രി ബുക്ക് ചെയ്യണം. ആ ലാബിലിറ്റി എൻട്രി ബുക്ക് ചെയ്യുന്നത് ജേണലിൽ പോയിട്ടാണ് ചെയ്യുന്നത്. ജസ്റ്റ് ജേണലിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ തന്നെ റൈറ്റ് സൈഡിൽ സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞിട്ട് കാണാം. ഇതാണ് നമ്മുടെ ഫ്ലാഗ്. മീൻസ് ഈ ഫ്ലാഗിനെ ബേസ് ചെയ്തിട്ട് നിങ്ങൾ എങ്ങനെയാണ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ ഇടുന്നത് ഇവിടെ ക്ലിക്ക് ചെയ്യാൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും. ഏതിനെ ബേസ് ചെയ്യണം, അക്കൗണ്ട് ഫോർ ക്ലെയിം, വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ്, ഡിക്രീസ് ടാക്സ് ലയബിലിറ്റി, ഇൻക്രീസ് ടാക്സ് ലയബിലിറ്റി. ഇവിടെയാണ് ജേണലിന്റെ അകത്ത് അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്യുന്നത് വാറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള. ഇത് ഞാൻ ഒന്ന് കാണിച്ചിരുന്നതാണ് എങ്ങനെ എൻട്രി ചെയ്യുന്നുള്ളത്. ബാക്കിയുള്ള കാര്യങ്ങൾ ഹെൽപ്പ് ചെയ്യും നിങ്ങൾക്ക്. കേസ് ടു കേസ് സിനാരിയോസ്, റീഫണ്ട് ഉണ്ടെങ്കിൽ റീഫണ്ട്, റിവേഴ്സൽ ഓഫ് ഇൻപുട്ട് ഉണ്ടെങ്കിൽ ഇൻപുട്ട്, ഇതിനെ ബേസ് ചെയ്ത് നമ്മൾ എൻട്രി ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മളെ ട്രാൻസാക്ഷൻ്റെ അകത്ത് റിഫ്ലക്ട് ആവുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദർ. ദെൻ സെയിം വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ് നേരത്തെ ഓൾറെഡി സംസാരിച്ചു. ഇതും ഈ നമ്മളെ എൻട്രി ചെയ്തതിന് ബേസ് ചെയ്തിട്ട്, അതാണ് ഞാൻ ഇപ്പം പറഞ്ഞത്, നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ആ കൺട്രി ആ കാര്യങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് ചെയ്യണം, എന്നാൽ മാത്രമേ ഇവിടെ റിപ്പോർട്ടിനകത്ത് ഇത് റിഫ്ലക്റ്റ് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, സോ ഇതാണ് മെയിൻലി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. വാറ്റ് ഫയൽ ചെയ്യുന്ന സമയത്ത് ഈ ഒരു വാറ്റ് റിട്ടേൺ ഫോമിൽ പോയിട്ട് ഇത് നമ്മൾ ഈ ഒരു ഇൻക്ലൂഡഡ് ട്രാൻസാക്ഷൻസ് 0 ആയിരിക്കണം. സോറി, അൺസർട്ടൻ ട്രാൻസാക്ഷൻസ്, അതായത് കറക്ഷൻ നീഡഡ്, അത് എപ്പോഴും 0 ആയിരിക്കണം. അതേപോലെ തന്നെ ഇതിന്റെ അകത്ത് വാറ്റ് എന്തെങ്കിലും അഡ്വാൻസ് റെസിപ്റ്റിന് അഗേൻസ്റ്റ് ആയിട്ടുണ്ടെങ്കിൽ, അതേപോലെ റിവേഴ്സ് ചാർജ് ഉണ്ടെങ്കിൽ, വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ് ഉണ്ടെങ്കിൽ അതെല്ലാം ഈ റിപ്പോർട്ടിനകത്ത് വന്നിരിക്കും. അതിനെ ബേസ് ചെയ്തിട്ട് നമ്മൾ അഡ്ജസ്റ്റ്മെന്റ് എൻട്രീസ് പാസ് ചെയ്താൽ മതി. സോ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇത് റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, ഫിക്സ്ഡ് ക്യാപിറ്റൽ ഗുഡ്സിന്റെ ഒരു എൻട്രി ചോദിച്ചിട്ടുണ്ട്. ഓൾറെഡി ഇതിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, സോ അതിലോട്ട് മൂവ് ചെയ്യുന്നതിന് മുന്നേ ഇതൊന്ന് ഫ്ലോ തീർത്തതിന് ശേഷം നമുക്ക് Q&Aയിലേക്ക് കിടക്കാം. ഓക്കെ, സോ ബേസിക്കലി നമ്മളിപ്പോൾ ഈ കണ്ടിരിക്കുന്ന പർച്ചേസ്, സെയിൽസ്, അതേപോലെ തന്നെ വാറ്റ് റിട്ടേൺസ് എങ്ങനെയൊക്കെയാണ് ഹാൻഡിൽ ചെയ്യുന്നുള്ളത് നോക്കിയുള്ളത്. ജസ്റ്റ് ഞാനത് സംസാരിച്ചത് എങ്ങനെയാണ് എന്നുള്ളത് ജസ്റ്റ് നമ്മളിപ്പം കണ്ടിരിക്കുന്ന കാര്യങ്ങൾ. യെസ്, സോ ഇതാണ് നമ്മളിപ്പം വ്യൂ ചെയ്തിരിക്കുന്ന വാറ്റ് റിട്ടേണിന്റെ ഫോമായിട്ട് അല്ല. ഇത് നിങ്ങളിപ്പം വാറ്റ് റിട്ടേൺ ഫയൽ ചെയ്യുന്ന സമയത്ത് ഇതാണ്, ഈ ഒരു ഇൻഫർമേഷൻസ് ആണ് നമ്മൾ ഫില്ല് ചെയ്യേണ്ടത്. അപ്പൊ ഇത് ഓൾറെഡി നമ്മൾ ടാലിയിൽ കണ്ടു 1 by 1 ആയിട്ട്, അതായത് എങ്ങനെയാണോ വാറ്റ് റിട്ടേൺ ഫോർമാറ്റിൽ ഉള്ളത് അതിനെ ബേസ് ചെയ്തിട്ടുള്ള എല്ലാം നമ്മളിവിടെ നമ്മുടെ പ്രൊഡക്റ്റിനകത്ത് ടാലിയിൽ എൻട്രി ചെയ്തപ്പോൾ 1 by ആ ഓരോ ഹെഡിങ്ങിലോട്ട് പോകേണ്ടതും അവിടെ കണ്ടു. സോ ബേസിക്കലി ഇതാണ് ഫസ്റ്റ് കണ്ട നമ്മുടെ സ്ക്രീൻ. ഇവിടെ നമുക്ക് ഔട്ട്പുട്ട് വാറ്റ് എത്രയുണ്ടെന്ന് കാണിച്ചു തരും. അതേപോലെ തന്നെ നെക്സ്റ്റ് പർച്ചേസ് റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ ഇൻഫർമേഷൻസിന്റെ അകത്ത് ഇൻപുട്ട് വാറ്റ് എത്രയുണ്ടെന്നുള്ളത് കാണിച്ചിരുന്നു. നമ്മളിപ്പം ഒറ്റ വാറ്റ് ലെഡ്ജർ ആയിട്ട് എൻ്റർ ചെയ്ത് കഴിഞ്ഞാലും ഇവിടെ ഡിഫറൻഷിയേറ്റ് ചെയ്തത് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. നിങ്ങൾ അങ്ങനെയാണ് ചെയ്യുന്നതുണ്ടെങ്കിൽ, ആ സിനാരിയോയിലാണ് ചെയ്യുന്നുണ്ടെങ്കിൽ.
എത്രയാണ് വാറ്റ് പേബിൾ എന്നുള്ളത്, അതായത് ഔട്ട്പുട്ട് ഇൻപുട്ട് മൈനസ് ചെയ്തിട്ടാണ് വാറ്റ് പേബിൾ എന്നുള്ളത് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഈ ഒരു സ്ക്രീനിൽ. അത് ഓൾറെഡി ടാലി നമ്മൾ കണ്ടു. അത് നെക്സ്റ്റ് സപ്ലൈസ്, അതായത് സെയിൽസ് പർച്ചേസ് റിലേറ്റഡ് എല്ലാ ഇൻഫർമേഷൻസ് നമുക്ക് ഇവിടെ കിട്ടും. എത്രയാണ് ഡൊമസ്റ്റിക് സപ്ലൈസ്, സീറോ റേറ്റഡ് എത്രയാണ്, എക്സെപ്റ്റഡ് എത്രയാണെന്നുള്ളത്. അതിന്റെ ബേസ് ആയിട്ടാണ് നമ്മൾ ഇത് നമ്മുടെ വാറ്റ് ഫയലിംഗ് ഡാറ്റ. ഇതിൻ്റെ അകത്ത് ഈ സെയിം കാര്യങ്ങൾ നമുക്ക് ഇവിടെ എൻട്രി ചെയ്യേണ്ടത്, ആ സെയിം കാര്യങ്ങൾ നമ്മൾ എൻട്രീനെ ബേസ് ചെയ്തിട്ട് നമ്മുടെ ടാലിൻ്റെ അകത്ത് നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. ദെൻ നെക്സ്റ്റ് അത് നമുക്ക് ഇവിടെ ഫില്ല് ചെയ്ത് കൊടുത്താൽ മതി. ദെൻ വാറ്റ് മാർജിനൽ സെയിൽസ്, നമ്മൾ എന്തെങ്കിലും ഒരു സെക്കൻഡ് ഹാൻഡ് ഐറ്റം മേടിക്കുകയാണെങ്കിൽ അത് നമ്മൾ സെല് ചെയ്യുകയാണെങ്കിൽ അത് നമ്മൾ മാർജിനൽ സെയിൽ ആയിട്ടാണ് കൂട്ടുന്നത്. അപ്പം അത് നമുക്ക് ആ ഇൻഫർമേഷൻസും ബേസ്ഡ് ഓൺ എൻട്രി നമുക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് കിട്ടുന്നതായിരിക്കും. ഓക്കെ, സോ അത് നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കാം. ലോക്കൽ സപ്ലൈസ്, സെയിൽസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, GCC സപ്ലൈസ്, ഇതെല്ലാം അതായത് ഞാൻ ജസ്റ്റ് ഓടിച്ച് പോകുന്നതേ ഉള്ളൂ. ഇതെല്ലാം ഈ എല്ലാ റിലേറ്റഡ് ആയിട്ടുള്ള ഇത് ഞാൻ ഫസ്റ്റ് കാണിക്കുന്ന ഈ ഒരു കോളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടാലി, നമ്മുടെ ടാലിയിൽ കിട്ടുന്ന കോളാണ്. അത് സെയിം ഏരിയ സെയിം കോളംസ് ആണ് വാറ്റ് റിട്ടേൺ ഫോമിൽ ചോദിക്കുന്നത്. ആ ഇൻഫർമേഷൻ നിങ്ങൾക്ക് അവിടെ കിട്ടും. അത് ജസ്റ്റ് എടുത്തിട്ട് ഇങ്ങോട്ടേക്ക് ഫില്ല് ചെയ്യേണ്ട ആവശ്യം മാത്രമേ വരുന്നുള്ളൂ. നമ്മൾ പ്രോപ്പർ വേയിൽ കോൺഫിഗറേഷൻസ് ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് സംഭവിക്കും, നമുക്ക് ഈ പറഞ്ഞ പോലെ റിട്ടേൺ ഫയൽ ചെയ്യാനൊക്കെ ഈസി ആയിട്ട് നമുക്ക് കറക്ഷൻ, അതായത് മിസ്റ്റേക്സ് ഒന്നും ഇല്ലാതെ നമുക്കത് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ബേസിക്കലി എത്രയാണോ അഡ്ജസ്റ്റ്മെന്റ് പേബിൾ എത്രയാണോ ഉള്ളത് നമ്മൾ വൺസ് ഏറ്റവും എൻഡിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റി, അത് നമുക്ക് ഇവിടെ എൻട്രി ചെയ്ത് കൊടുക്കണം. അപ്പൊ ഇത്രയാണ് മെയിൻലി വാറ്റ് റിട്ടേൺ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഒരു കാര്യം ശ്രദ്ധിക്കണമെന്ന് വെച്ചാൽ നമ്മളെ കോൺഫിഗറേഷൻ പാർട്ട് കറക്റ്റ് ആയിട്ട് കഴിഞ്ഞാൽ എല്ലാ എൻട്രീസും വരും. ഇനി ഇൻ കേസ് അവിടെ എന്തെങ്കിലും മിസ്റ്റേക്സ് വന്നു കഴിഞ്ഞാലും നമ്മുടെ വാറ്റ് റിട്ടേണിന്റെ അകത്ത് അൺസർട്ടൻ ട്രാൻസാക്ഷൻ കറക്ഷൻ നീഡഡ് എന്നുള്ളത് ഇവിടെ പോയി കഴിഞ്ഞാൽ നമുക്കത് കറക്റ്റ് ചെയ്ത് കൊടുക്കാനും വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ഇതാണ് നമ്മുടെ വാറ്റ് റിട്ടേൺ റിലേറ്റഡ് ആയിട്ട് വരുന്നത്. ഇനി ജസ്റ്റ് മൂവിങ് ടു ദി നെക്സ്റ്റ് പാർട്ട്, അതായത് നമ്മുടെ ടാലിയിലെ ലേറ്റസ്റ്റ് ടാലി 2.0 എന്ന് പറഞ്ഞ റിലീസ് നിങ്ങൾക്കറിയാം, നമ്മൾ ലാസ്റ്റ് വീക്കിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് വന്നിരിക്കുന്ന മെയിൻ കാര്യങ്ങൾ 2 കാര്യങ്ങളാണ്. ഒന്ന്, നമുക്ക് നമ്മുടെ റിപ്പോർട്ട് നമ്മുടെ ഇതിനനുസരിച്ച് കോൺഫിഗർ പേഴ്സണലൈസ്ഡ് റിപ്പോർട്ട്, അതായത് റിപ്പോർട്ട് പവർഫുൾ ആയിട്ട് നമുക്ക് മുന്നേ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും, നമ്മൾ നാളെ വന്ന് ആ റിപ്പോർട്ട് സെയിം നോക്കണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിപ്പോർട്ട് കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് നമ്മൾ ടാലിയിൽ നിന്ന് കിട്ടിയത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും ആ റിപ്പോർട്ട് ചെക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുന്നത്, വീണ്ടും നമ്മൾ കോൺഫിഗർ ചെയ്യണം അല്ലെ. അപ്പം റിലീസ് 2.0 തൊട്ട് റിലീസ് 2.0 തൊട്ട് നമുക്ക് കോൺഫിഗർ വൺസ് നമ്മുടെ പേരിൽ കോൺഫിഗർ ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് എപ്പോഴും നമുക്ക് അവിടെ ഉണ്ടാവും. ഈവൻ വാറ്റ് റിപ്പോർട്ട് അടക്കം നമുക്ക് അങ്ങനെ കോൺഫിഗർ ചെയ്ത് വെക്കാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ജസ്റ്റ് ഞാൻ ആ കോൺഫിഗറേഷൻ കാര്യങ്ങളൊന്ന് കാണിച്ചാൽ അതിനുശേഷം നമുക്ക് Q&A കിടക്കാം. ഓക്കെ, സോ ഞാനൊരു കമ്പനി ഓൾറെഡി സെലക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, സോ ഞാൻ ഒരു കമ്പനി ഓൾറെഡി ഓപ്പൺ ചെയ്തു. ഇപ്പൊ എനിക്ക് സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ടുള്ള റിപ്പോർട്ട് ഞാൻ കാണിച്ചു തരാം. സ്റ്റോക്ക് റിലേറ്റഡ് ആയിട്ട് സ്റ്റോക്ക് സമ്മറിയിൽ വന്നു. എനിക്ക് ഇതിൻ്റെ അകത്ത് ഇപ്പൊ ഞാനൊരു ഫിനാൻസ് മാനേജർ ആണെങ്കിൽ എനിക്ക് ജസ്റ്റ് റിലേറ്റഡ് ആയിട്ട് അല്ലെങ്കിൽ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യുന്ന ആളാണെങ്കിൽ എനിക്ക് റേറ്റിന്റെ ആവശ്യമില്ലെന്ന് കരുത്. എനിക്ക് വാല്യൂ കാണണ്ട, ഓപ്പണിംഗ് ബാലൻസും ഇൻ ഗുഡ്സ് ഇൻവേർഡ് ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് എനിക്ക് കാണേണ്ടത്. സോർട്ടിംഗ് മെത്തേഡ്, ഓക്കെ, സ്റ്റോക്കിന്റെ ഡിസ്ക്രിപ്ഷൻ ഒന്നും അത് കാണണം. അപ്പൊ ഞാനത് ഒരു കോൺഫിഗറേഷൻ സെറ്റ് ചെയ്തു. ഈ ഒരു മോഡിൽ എനിക്ക് റിപ്പോർട്ട് എപ്പോഴും കാണുന്നതായിരുന്നു. അപ്പൊ ഞാനിത് ഇത് കോൺഫിഗറേഷൻ ചെയ്തിട്ട് ഞാനിത് ജസ്റ്റ് എസ്കേപ്പ് ചെയ്ത് പുറത്ത് വന്ന് വീണ്ടും ഇതിലേക്ക് ലോഗിൻ ചെയ്ത് എന്താ സംഭവിക്കുന്നത്, ഡിഫോൾട്ട് റിപ്പോർട്ടാണ് വരുന്നത് അല്ലേ. വീണ്ടും എനിക്കത് കോൺഫിഗർ ചെയ്യണം. അഗെയിൻ ഐ വാണ്ട് ടു കോൺഫിഗർ. ഓക്കെ, സോ അഗെയിൻ ഐ നീഡ് ടു കോൺഫിഗർ. സോ ഇതിന് നമ്മളൊരു സൊല്യൂഷൻ കൊണ്ടുവന്നു. ഇവിടെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സേവ് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷൻ കാണാം. അത് ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ എനിക്ക് എന്റെ പേരിൽ ഈ റിപ്പോർട്ടിനെ കോൺഫിഗർ ചെയ്യും. ഇപ്പൊ ഞാൻ ഫിനാൻസ് മാനേജർ ആണെങ്കിൽ FM റിപ്പോർട്ട്, ഞാൻ ഫിനാൻസ് മാനേജർ റിപ്പോർട്ട്, ഞാനിത് ജസ്റ്റ് എൻ്റർ ചെയ്തു, സേവ് ചെയ്തു. ഇനി വൺസ് അഗെയിൻ ഞാനിത് കിറ്റ് ചെയ്ത് പുറത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് വീണ്ടും ഈ റിപ്പോർട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗോ ടൂല് പോയാൽ മതി. ഗോ ടൂല് ഗോ ടൂല് പോയി കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും FM റിപ്പോർട്ട്. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നമ്മൾ കോൺഫിഗർ ചെയ്യുന്ന റിപ്പോർട്ട് എപ്പോഴും അവിടെ തന്നെ ഉണ്ടാവും. നമ്മൾ എപ്പോഴാണ് അത് ഡിലീറ്റ് ചെയ്യുന്നത് അപ്പോഴേ അത് സ്ക്രീനിൻ്റെ അകത്ത് പോകത്തുള്ളൂ. ഓക്കെ, ഇത് നമുക്ക് സെലക്ട് ചെയ്തെടുക്കാം. ഇനി അതല്ല, എനിക്ക് നാളെ ഓപ്പൺ ചെയ്യുമ്പോൾ ഇത് എനിക്ക് ഡിഫോൾട്ട് റിപ്പോർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഇതെനിക്ക് ഡിഫോൾട്ട് റിപ്പോർട്ടായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ വന്ന് സേവിൽ വന്ന് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട്, സെറ്റ് ദിസ് ആസ് വ്യൂ ദി ഡിഫോൾട്ട് റിപ്പോർട്ട്. ജസ്റ്റ് ഇത് യെസ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, ഈ റിപ്പോർട്ട് നാളെ ഞാൻ എപ്പോഴും സ്റ്റോക്ക് സമ്മറി കയറിയാലും ഇത് എന്റെ ഡിഫോൾട്ട് റിപ്പോർട്ടായിട്ട് വരും. ഇപ്പൊ 2 സിനാരിയോ, ഒന്ന് നമുക്ക് റിപ്പോർട്ട് സെറ്റ് ചെയ്തിട്ട് നമ്മുടെ പേരിൽ എപ്പോഴാണ്
ക്ലിക്ക് ചെയ്യുന്ന അപ്പോഴും മാത്രമേ റിപ്പോർട്ട് കിട്ടത്തുള്ളൂ. ഇനി അതല്ല എപ്പോഴും ഓപ്പൺ ചെയ്യുമ്പോഴും എനിക്ക് ഇത് ഡിഫോൾട്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഈ സേവ് വ്യൂവിൻ്റെ അകത്ത് ഈ ഒരു ഓപ്ഷൻ യെസ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി നെക്സ്റ്റ് സിനാരിയോ, എനിക്ക് എൻ്റെ ഈ ടാലിൻ്റെ ഈ കമ്പ്യൂട്ടറിൽ വേറെയും കുറെ കമ്പനീസ് ഉണ്ടെന്ന് കരുതി, വേറെയും കുറെ കമ്പനീസ് ഞാൻ ഹാൻഡിൽ ചെയ്യുന്നുണ്ട്. അപ്പൊ എനിക്ക് എല്ലാ കമ്പനീസിലും സെയിം കോൺഫിഗറേഷൻ വേണം, എൻ്റെ ഇഷ്ടത്തിനനുസരിച്ചുള്ള കോൺഫിഗറേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനെന്ത് ചെയ്താൽ മതി, ഇവിടെ സേവ് വ്യൂവിൽ പോയിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ ഉണ്ട് അഡീഷണൽ കോൺഫിഗറേഷൻ, ഇത് എനേബിൾ ചെയ്യാം. അപ്പൊ ഇവിടെ ചോദിക്കും സേവ് വ്യൂ ഫോർ ദിസ് കമ്പനി ഓർ ഓൾ കമ്പനീസ് ഓൺ ദിസ് കമ്പ്യൂട്ടർ. ഞാൻ ഇത് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ എൻ്റെ ഈ കമ്പ്യൂട്ടറിനകത്ത് ടാലിയിലുള്ള മറ്റു കമ്പനീസിലും ഈ സെയിം കോൺഫിഗറേഷൻ വെച്ച് സേവ് ആകുന്നതായിരിക്കും. എനിക്ക് വീണ്ടും ആ കമ്പനീസിൽ പോയിട്ട് ഈ കോൺഫിഗറേഷൻ ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, സെലക്ട് ചെയ്യുക യെസ്. സോ ഞാൻ ഇനി ഏത് കമ്പനി ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടിലോട്ട് പോയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും, കണ്ടോ സ്റ്റോക്ക് സമ്മറി റിപ്പോർട്ടിലോട്ട് എടുക്കുമ്പോൾ ഞാൻ എങ്ങനെയാണോ സെറ്റ് ചെയ്തിരിക്കുന്നത്, ഞാൻ ഇവിടെ കണ്ടോ ഗാലക്സി ട്രേഡിംഗിലാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഒമാൻ വാറ്റ് ഡെമോ ഡാറ്റ എന്ന് പറഞ്ഞ കമ്പനിയിൽ ഞാൻ ലോഗിൻ ചെയ്യുമ്പോഴും എനിക്ക് ആ സെയിം കോൺഫിഗറേഷൻ തന്നെയാണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ചേഞ്ച് വ്യൂ എന്ന് പറഞ്ഞ ഓപ്ഷനിൽ ഈ റിപ്പോർട്ട്സ് അവൈലബിൾ ആയിട്ട് വരും. കണ്ടോ FM റിപ്പോർട്ട് ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്തിട്ടില്ല, ഓട്ടോമാറ്റിക്കലി അത് വന്നിട്ടുണ്ട്. ബിക്കോസ് ഞാൻ സെറ്റ് ചെയ്തിരിക്കുന്നത് എനിക്ക് എൻ്റെ ഈ കമ്പ്യൂട്ടറിൽ എല്ലാ കമ്പനീസിനും വേണമെന്നുണ്ടെങ്കിൽ അതും ആ രീതിയിലും സെറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പൊ ഇതാണ് ഈ റിപ്പോർട്ട് സേവ് എന്ന് പറഞ്ഞ പുതിയൊരു ഓപ്ഷൻ. നിങ്ങൾക്ക് ഇത് നിങ്ങൾ ഡേ ടു ഡേ ട്രാൻസാക്ഷൻ ഡേ ബുക്ക് നിങ്ങൾക്ക് ഇതേപോലെ കോൺഫിഗർ ചെയ്തേക്കാം. ഓരോ ദിവസത്തെ ഡേ ബുക്ക് ഇതേപോലെ എന്ത് ചെയ്യാം, കോൺഫിഗർ ചെയ്തിട്ട് നിങ്ങൾക്ക് യൂസ് ചെയ്ത് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ദി നെക്സ്റ്റ് വൺ TRIB, അതായത് ടാലി റിപ്പോർട്ടിംഗ് ബ്രൗസർ. അന്ന് എത്ര പേര് യൂസ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല, എന്നാലും ഞാൻ ജസ്റ്റ് എങ്ങനെയാണ്, നിങ്ങൾക്ക് നല്ലൊരു ഫീച്ചറാണ് അത്. അതായത് ടാലിയുടെ റിപ്പോർട്ട്സ് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. മിക്കവാറും ഒത്തിരി പേര് യൂസ് ചെയ്യുന്നുണ്ട്. അതെങ്ങനെയാണ്, അത് കുറച്ചുകൂടി ഒന്നുകൂടി അതിന്റെ ലുക്ക് ആൻഡ് ഫീൽ മാറ്റി നമ്മൾ മൊബൈല് തിരിച്ച് ലാൻഡ്സ്കേപ്പ് മോഡിൽ പിടിക്കുകയാണെങ്കിൽ, വെർട്ടിക്കൽ പിടിക്കുകയാണെങ്കിൽ ആ റിപ്പോർട്ട് അതിനെ ബേസ് ചെയ്തിട്ട് കുറച്ചുകൂടി നല്ല നീറ്റ് ആൻഡ് മോഡിൽ ആ റിപ്പോർട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ കിട്ടും. നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, അത് ഡൗൺലോഡ് ചെയ്യാം, PDF ആക്കാം, എക്സ്പോർട്ട് ചെയ്യാം, അങ്ങനെയുള്ള ഓപ്ഷൻസ് കൂടി കുറച്ചുകൂടി ഹൈ എൻഡിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഈ പുതിയ റിലീസിൻ്റെ അകത്ത്. അപ്പൊ അതിന് വേണ്ടത് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വേണ്ടത് നമ്മുടെ കമ്പനി എപ്പോഴും പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആയിരിക്കണം, കമ്പനി കണക്റ്റഡ് ആയിരിക്കണം. അത് നമ്മുടെ കമ്പനി ഇൻഫർമേഷൻ സ്ക്രീനിന്റെ അകത്ത് കണക്ട്, കമ്പനി എപ്പോഴും നമ്മൾ കണക്ട് ആയിരിക്കണം. അതുപോലെ തന്നെ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഓപ്ഷൻ്റെ അകത്ത് പോയിട്ട് നമ്മൾ ആളെ, അതായത് ഇപ്പൊ നമ്മൾ ടാലി ഇൻസ്റ്റാൾ ചെയ്യുന്ന സമയത്ത് നമുക്കൊരു ടാലി .net ID പാസ്വേഡും ഉണ്ട്. അത് കൂടാതെ എനിക്ക് ഒരു യൂസർ, എൻ്റെ സെയിൽസ്മാനെ കൂടി ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ന്യൂ യൂസറിൽ പോയിട്ട് എന്ത് ചെയ്യാം, പുതിയ ആളെ ആഡ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അതിനുശേഷം ഞാൻ വന്നു കമ്പനി കണക്ട് കൊടുത്തു. ഓക്കെ, ഇവിടെ നമുക്ക് കമ്പനി കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇവിടെ C എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ട, ഇത് ഇറ്റ് മീൻസ് ദാറ്റ് ദിസ് കമ്പനി ഇസ് കണക്റ്റഡ്. പിന്നെ ഇവിടെ വന്ന് കമ്പനി കണക്ട്, ഈ ഒരു സ്ക്രീനിൽ വന്ന് ജസ്റ്റ് ഒന്ന് കണക്ട് ചെയ്യേണ്ട ആവശ്യമേ ഉള്ളൂ. അപ്പൊ അതിനുശേഷം നമുക്ക് എന്ത് സംഭവിക്കും, നമ്മുടെ കമ്പനി ഓൺലൈനിൽ കണക്റ്റഡ് ആണ്. ഓക്കെ, അപ്പൊ ഞാനിത് ജസ്റ്റ് എങ്ങനെയാണ് ചെയ്തിരിക്കുന്നത് കാണാം. ഞാൻ ജസ്റ്റ് ഒന്ന് ഇത് AnyDesk വഴി ഒന്ന് കാണിച്ചു തരികയാണ്. ഓക്കെ, ഞാൻ എൻ്റെ മൊബൈലിൽ എങ്ങനെയാണ് ലോഗിൻ ചെയ്യുന്നത് കാണിച്ചു തരികയാണ്. ഞാൻ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് AnyDesk ഒന്ന് കണക്ട് ചെയ്യാണ്. മൊബൈൽ ഞാൻ AnyDesk ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ കൂടെ ഞാൻ കമ്പ്യൂട്ടറിൽ അത് എനേബിൾ ചെയ്യാണ്. 1 minute. ഓക്കെ, സോ ഞാൻ എന്താ ചെയ്യുന്നത് പറഞ്ഞാൽ ഞാൻ എൻ്റെ മൊബൈല് ജസ്റ്റ് നിങ്ങളെ സിസ്റ്റത്തിലേക്ക് കാണിച്ചു തരികയാണ്. ഓക്കെ, ഞാൻ എൻ്റെ മൊബൈൽ സ്ക്രീനാണ് ഇപ്പോൾ ഇവിടെ കാണിക്കാൻ പോകുന്നത്. ഓക്കെ,
ഇൻഡെസ്ക് ജസ്റ്റ് ഇതിനു വേണ്ടി ഇൻഡെസ്ക് എന്ന ആപ്പ് ഞാൻ ജസ്റ്റ് യൂസ് ചെയ്യാന്നേ ഉള്ളൂ, ഡെമോ കാണിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, എൻ്റർ ചെയ്തു. അപ്പൊ എന്റെ മൊബൈൽ സ്ക്രീനാണ് ഇപ്പൊ നിങ്ങളുടെ എന്ത് ചെയ്യുന്നത് സിസ്റ്റത്തിൽ കാണുന്നത്. എന്റെ മൊബൈൽ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ വേണ്ടി പറ്റും. ഓക്കെ, ഞാൻ ഇനി ചെയ്യുന്നത് ഞാൻ ടാലിയുടെ സൈറ്റിലോട്ട് ഒന്ന് പോവാണ്. tallysolutions.com എന്ന് പറഞ്ഞ സൈറ്റിലോട്ട് കയറുന്നു. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു സ്ക്രീന് നിങ്ങൾക്ക് ഇവിടെ അവൈലബിൾ ആയിട്ട് വരും. അപ്പൊ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, ഇവിടെ ഞാൻ എന്റെ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഞാൻ ലോഗിൻ ചെയ്തു. ഓക്കെ, ആസ് എ കസ്റ്റമർ എന്നുള്ള രീതിയിൽ ലോഗിൻ ചെയ്തു. ഇതേപോലെ നിങ്ങൾക്ക് യൂസർ നെയിം പാസ്വേഡും കാണാം. ആ യൂസർ നെയിം പാസ്വേഡും വെച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ലോഗിൻ ചെയ്യാൻ വേണ്ടി പറ്റും. ഓക്കെ, സോ ജസ്റ്റ് ലോഗിൻ. ഓക്കെ, അപ്പൊ എന്ത് സംഭവിക്കും, ഞാൻ കസ്റ്റമറായിട്ട് ലോഗിൻ ചെയ്തു. നേരത്തെ നമ്മൾ അവിടെ കണക്ട് ചെയ്ത കമ്പനി കണ്ടോ, ഞാൻ നേരത്തെ കണക്ട് ചെയ്ത കമ്പനി നിങ്ങൾക്ക് ഇവിടെ കാണാൻ വേണ്ടി പറ്റും. ടാലിയിൽ കണക്ട് ചെയ്തു. ഇത് എന്റെ മൊബൈലിലാണ് ഞാനിപ്പോൾ എടുത്തിരിക്കുന്നത്, മൊബൈൽ സ്ക്രീനിലുള്ളത്. ഇപ്പൊ എനിക്കിപ്പോൾ ഡേ ബുക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ ഡേ ബുക്ക് എടുക്കാം. ഡേ ബുക്കിനകത്ത് ഒരു മെയിൻ അഡ്വാൻറ്റേജ് ഉണ്ട്, നമുക്ക് ഡേറ്റ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ഇവിടെ സ്ക്രോളിംഗ് നമ്മുടെ അപ്പ് ആൻഡ് എയറോക്കി വെച്ചിട്ടുണ്ട്. അതിന് ബേസ് ചെയ്ത് നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഇതിനെ ചേഞ്ച് ചെയ്ത് മാറ്റിയെടുക്കാൻ വേണ്ടി പറ്റും. സോ ഈസി ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ മൊബൈലിൽ റിപ്പോർട്ട്സ് വിസിബിൾ ആയിട്ട് വരും. അപ്പൊ അതിലൊരു കാര്യം, നമുക്കിപ്പം എന്തെങ്കിലും ഒരു സെയിൽസ് ഇൻവോയ്സിന്റെ പ്രിന്റ് ഔട്ട് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്യാം. ഈ ട്രാൻസാക്ഷന്റെ റിപ്പോർട്ട് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ ഒരു ബട്ടൺ കാണാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് എന്ത് ചെയ്യാം, ഡൗൺലോഡ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. PDF അല്ലെങ്കിൽ എക്സലോട്ടേക്കോ ഇത് ചെയ്തെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഞാൻ ഇതിനെ സ്ക്രീൻ തിരിച്ചു പിടിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, അതിനെ ബേസ് ചെയ്തിട്ട് സ്ക്രീൻ റെസൊല്യൂഷൻ മാറി വരും. അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഒരു 3 ബട്ടൺ കണ്ടാ, ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമുക്ക് PDF എക്സലോട്ടേക്കോ സെൻഡ് ചെയ്ത് നിങ്ങൾക്ക് പ്രിന്റ് ഔട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പൊ അതേപോലെ അത്രയും ഈസി ആയിട്ട് നിങ്ങൾക്ക് ഇതിനെ ഹാൻഡിൽ ചെയ്യാം. നിങ്ങൾക്ക് റിപ്പോർട്ട്സ് പുറത്താണെങ്കിലും ആക്സസ് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് യൂസ് ചെയ്യാന്നുണ്ടെങ്കിൽ നല്ലൊരു ഫീച്ചറാണ്. ഇത് നിങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, സോ ഇതിനെ ഒന്നുമില്ല, ജസ്റ്റ് നമ്മുടെ TSS വാലിഡ് ആയിരിക്കണമെന്നേ ഉള്ളൂ, നമുക്കത് ആക്സസ് ചെയ്യാൻ വേണ്ടി പറ്റുന്നതായിരിക്കും. ഓക്കെ, സോ ദാറ്റ് ഈസ് ദർ. ദെൻ നെക്സ്റ്റ് സോ ഇത്രയും കാര്യങ്ങളാണ് ഇപ്പൊ ഡിസ്കസ് ചെയ്തത്. സോ ഇനി നമുക്ക് Q&Aയിലേക്ക് കടക്കാം. പറഞ്ഞതിൻ്റെ അകത്ത് ഏതെങ്കിലും രീതിയിലുള്ള നിങ്ങൾക്ക് സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചാറ്റ് ബോക്സിൻ്റെ അകത്ത് ചോദിക്കാം. സോ വി വിൽ അഡ്രസ് യു ദാറ്റ്. സോ എന്റെ സ്ക്രീന് വിസിബിൾ ആണെന്ന് കരുതുന്നു. സോ ഓക്കെ, VAT pay to clear. ഓക്കെ, ഇതിനകത്ത് ചോദിച്ചിരിക്കുന്നത് അഡ്വാൻസ് പേയ്മെന്റിനെയും VAT പേ ടു കസ്റ്റംസും ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഒന്നുകൂടി കാണിച്ചു തരാം അതെങ്ങനെയാണ് അതിന്റെ കോൺഫിഗറേഷൻസ് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത്. ഓക്കെ, സോ ഞാൻ ജസ്റ്റ് പർച്ചേസ്, സോറി, ഇവിടെ നമുക്ക് ഇന്ത്യയിൽ ഒരു ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്, സപ്ലൈ ഫ്രം UAE. യെസ്, സോ ഇവിടെ നമ്മൾ ചെയ്യുന്ന സമയത്ത് പർച്ചേസ്, ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ചെയ്തിരിക്കുന്ന കോൺഫിഗറേഷൻ ചെയ്യുമ്പോൾ ഇത് എപ്പോഴും ശ്രദ്ധിക്കണം, കൺട്രി സെലക്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ പർച്ചേസ് എൻട്രി, പർച്ചേസ് ട്രാൻസാക്ഷൻ, പർച്ചേസിൻ്റെ അകത്ത് ടാക്സബിൾ, ഇത് നോർമൽ നമ്മളൊരു പർച്ചേസ് ആയിട്ട് ക്രിയേറ്റ് ചെയ്തിരിക്കുകയാണ്. പർച്ചേസിൻ്റെ അകത്ത് ടാഗ് ചെയ്ത് വരുന്നു. ഇവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ നമുക്ക് എന്ത് കൊടുക്കാം, ഇമ്പോർട്ട്, അതായത് നമ്മൾ ഇമ്പോർട്ട് ആണെങ്കിൽ ഇമ്പോർട്ട് ടാക്സബിൾ. നമ്മൾ ഈ ഒരു ഓപ്ഷൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആ F12ന്റെ അകത്ത് കോൺഫിഗറേഷൻ്റെ അകത്ത് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യണം. ഇത് ഇമ്പോർട്ട് ടാക്സബിൾ ആണെങ്കിൽ യു ക്യാൻ ജസ്റ്റ് സെലക്ട് ഇമ്പോർട്ട് ടാക്സബിൾ. ഓക്കെ, ടാക്സ് റേറ്റും കാര്യങ്ങളൊന്നുമില്ല. ഇവിടെ ഞാൻ VAT ഇപ്പം
ഇൻപുട്ട് വാറ്റ് കൊടുത്തു കഴിഞ്ഞാൽ ഇൻപുട്ട് വാറ്റ് എടുക്കത്തില്ല, കാരണം അത് ഇമ്പോർട്ട് സെയിലാണ്. ഓക്കെ, അപ്പൊ അതിനുശേഷം ഇവിടെ വന്നിട്ട് ഈ ഒരു ഓപ്ഷൻ പ്രൊവൈഡ് വാറ്റ് ഡീറ്റെയിൽസ് യെസ്, ഇവിടെ നമുക്ക് എന്ത് കൊടുക്കാം, നമ്മുടെ ഇമ്പോർട്ട് പെർമിറ്റ് നമ്പർ ആൻഡ് വാറ്റ് പേ ടു കസ്റ്റംസ് എന്ന് പറഞ്ഞ ഓപ്ഷൻ, ഈ ഓപ്ഷൻ എനേബിൾ ചെയ്യുക, എസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ മാത്രം ചെയ്ത് കഴിഞ്ഞാൽ ഇത് നമ്മുടെ വാറ്റ് റിട്ടേണിന്റെ അകത്ത് വാറ്റ് പേ ടു കസ്റ്റംസ് എന്ന് പറഞ്ഞ സിനാരിയോയിൽ പോയിട്ടുണ്ടാവും. ഓക്കെ, ജസ്റ്റ് ഞാൻ അത് കാണിച്ചു തരാം. വാറ്റ് പേ ടു കസ്റ്റംസ്, വാറ്റ് റിപ്പോർട്ട്, VAT paid to customs, supplier. See the transaction 1000, അതിന്റെ റേറ്റ് ഇത്രയാണ്, അതിന്റെ എമൗണ്ട് 50 ആണ്. ആ 50 നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ടാക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മുടെ ഇതിൻ്റെ അകത്ത് വരത്തില്ല, അത് വാറ്റ് പേഡ് ടു കസ്റ്റംസിന്റെ റിപ്പോർട്ടിന്റെ അകത്ത് അത് വന്നിട്ടുണ്ട്. അതിന് നമുക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇട്ട് അത് ബുക്ക് ചെയ്യണം. ഇപ്പൊ ടോട്ടൽ പേബിൾ ആണ് വന്നിരിക്കുന്നത്, അപ്പൊ ഇത് നമുക്ക് എന്ത് ചെയ്യണം, അത് ഒരു അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ഇട്ട് അതിനെ നമ്മൾ റേസ് ചെയ്യണം. പാർട്ട് എൻട്രീസ് ഇവിടെ ഓൾറെഡി ചെയ്തിട്ടുണ്ട്, ഒരു ജേണൽ എൻട്രി. അപ്പൊ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഇവിടെ സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ ഇതാണ് ഫ്ലാഗ്. ഇത് ഏതിനു വേണ്ടിയിട്ടാണ്, അക്കൗണ്ട്സ് ഫോർ വാറ്റ്, അതായത് ഏത് സിനാരിയോസിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത്. അക്കൗണ്ട് ഫോർ വാറ്റ് പേഡ് ടു കസ്റ്റംസ് ആണോ, അത് ഏതാണെന്നുള്ളത് സെലക്ട് ചെയ്യുക. സെലക്ട് ചെയ്തിട്ട് ഇമ്പോർട്ട് ആണ് ഇമ്പോർട്ട്, ഇൻപുട്ട് വാറ്റ്, അതായത് ഇൻപുട്ട് വാറ്റിന്റെ പർച്ചേസിന് മുകളിലാണ്, അത് സെലക്ട് ചെയ്യുക. എത്രയാണ് എമൗണ്ട്, 50. ദെൻ വാറ്റ് പേഡ് ടു കസ്റ്റംസ് എന്ന് പറഞ്ഞൊരു ഒരു ലെഡ്ജർ കൂടി ക്രിയേറ്റ് ചെയ്യുക അണ്ടർ കറന്റ് അസറ്റ്. ദെൻ ഓൾറെഡി നമ്മൾ അതിനെ റേസ് ചെയ്തു, ഇൻക്രീസ് ചെയ്തു അതിന്റെ എൻട്രി. അതിനെ ബേസ് ചെയ്തിട്ട് എൻട്രി വന്നു, അതായത് വാറ്റ് പേഡ് ടു കസ്റ്റംസ് എത്രയാണെന്നുള്ളത് വന്നിട്ടുണ്ട് ഇവിടെ. സി 100 ബുക്ക് ഇത് ചെയ്തു. ഇനി അത് ബാലൻസ് എത്രയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്, ആ എമൗണ്ട് പേ ചെയ്യണം. അപ്പൊ ആ പേയ്മെന്റ് എൻട്രിയും കൂടി ഇവിടെ ഇട്ടിട്ടുണ്ട്, വാറ്റ് പേഡ് ടു കസ്റ്റംസ്. അവിടെ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, സ്റ്റാർട്ട് അഡ്ജസ്റ്റ്മെന്റ് അകത്ത് വാറ്റ് പേഡ് ടു കസ്റ്റംസ് ക്ലിക്ക് ഏതിന് ബേസ് ചെയ്തിട്ട് നമ്മൾ കൊടുക്കുന്നത്, ആ എമൗണ്ട് നമ്മൾ പേയ്മെന്റ് ചെയ്യുന്നു. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ഇവിടെ റിപ്പോർട്ട്സും അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ടോട്ടൽ ടാക്സബിൾ എമൗണ്ട് 1000, ടാക്സ് പേബിൾ 50 ആണ്, അത് 50 ഞാൻ ബുക്ക് ചെയ്തു. ദെൻ ബാലൻസ് പേയ്മെന്റ് ഈസ് നിൽ. ഓക്കെ, അതാണ് വാറ്റ് പേയ്മെന്റ് ടു നമ്മുടെ കസ്റ്റംസിന് റിലേറ്റഡ് ആയിട്ടുള്ള ഇത് വരുന്നത്. പിന്നെ അഡ്വാൻസ് റെസിപ്റ്റിന് ചോദിച്ചിട്ടുണ്ട്. അഡ്വാൻസ് റെസിപ്റ്റ് ഓൾറെഡി ഒരു എൻട്രി നമ്മൾ പാസ് ചെയ്തിട്ടുണ്ട് അഡ്വാൻസ് റെസിപ്റ്റിന്റെ. അവിടെ നമ്മൾ റെസിപ്റ്റ് ക്ലിക്ക് ചെയ്യുക, അവിടെ ഈ സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറയുന്ന സെയിം എൻട്രി, സെയിം ഫ്ലാഗ് വരും. ആ ഫ്ലാഗിന്റെ അകത്ത് അഡ്വാൻസ് റെസിപ്റ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ എനേബിൾ ചെയ്യാം, ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അഡ്വാൻസ് റെസിപ്റ്റ്, അതായത് നോർമൽ ഒരു കസ്റ്റമറിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, സൺഡേ ഡേറ്റേഴ്സ്, നമ്മൾ മിക്കവാറും നമ്മൾ അഡ്വാൻസ് കിട്ടും, നമ്മൾ പാർട്ടിയുടെ എടുക്കുന്നതായിരിക്കും അല്ലെ, അവിടെ നിന്ന് അഡ്വാൻസ് കിട്ടുന്നത്. അത് എൻട്രി ചെയ്ത് അവിടെ ജസ്റ്റ് പാർട്ടി സെലക്ട് ചെയ്ത് നെക്സ്റ്റ് സ്ക്രീൻ വരിക, അഡ്വാൻസ് എമൗണ്ട് എത്രയാണ് അഡ്വാൻസ് എമൗണ്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്, ആ എമൗണ്ട് ഇവിടെ ഓട്ടോമാറ്റിക്കലി വരും. ദെൻ ഇവിടെ എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ഇതിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്ത് കൊടുക്കാം. ദെൻ ഓട്ടോമാറ്റിക്കലി ടാക്സ് കാൽക്കുലേറ്റ് ചെയ്ത് വരും, അത് നമ്മുടെ റിപ്പോർട്ടിനകത്ത് റിഫ്ലക്ട് ആയിട്ട് വരും. ഓക്കെ, പിന്നെ അതേപോലെ ക്യാപിറ്റൽ ഗുഡ്സിന്റെ ചോദിച്ചിട്ടുണ്ട്, പർച്ചേസ് എന്തെങ്കിലും ഫിക്സ്ഡ് അസറ്റ് വരുമ്പോൾ അത് നമ്മൾ സെയിം തന്നെ പർച്ചേസിന്റെ അകത്ത് പോയിട്ട് ചെയ്യുമ്പോൾ നമ്മളവിടെ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ, അതായത് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞ സ്ക്രീനിന്റെ അകത്ത് ജസ്റ്റ് ഞാൻ പർച്ചേസ് ലെഡ്ജർ റൂട്ട് വരാം. ഓക്കെ, സോ ഇത് ഒരു സപ്പോസ് ഇതൊരു ഇതാണെന്ന് കരുതുക, ഇതാണെങ്കിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇവിടെ വന്ന് ചെയ്യുന്ന സമയത്ത് ഈ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ അകത്ത് നമ്മൾ ഏതാണ് സെലക്ട് ചെയ്യുന്നത്, സീറോ എക്സംപ്റ്റഡ്, അതായത് ഡൊമസ്റ്റിക് എക്സംപ്റ്റ് പർച്ചേസ്, ടാക്സബിൾ പർച്ചേസ് സബ്സിസ്റ്റൻസ്, GCC കൺട്രി, NAC. ഓക്കെ, സോ ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഡൊമസ്റ്റിക് ടാക്സബിൾ പർച്ചേസ് ആണെങ്കിൽ അത് ആ ഐറ്റം അത് സെലക്ട് ചെയ്യാം. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ റിപ്പോർട്ടിൽ അത് ക്യാപിറ്റൽ ഫിക്സ്ഡ് അസറ്റ് ആയിട്ട് നമുക്ക് അതിനെ എന്ത് ചെയ്യാം, രണ്ട് രീതിയിലുണ്ട്. ഒന്ന് അത് ഈ രീതിയിൽ ചെയ്യാം, അതല്ലാന്നുണ്ടെങ്കിൽ അതൊരു എക്സ്പെൻസ് ആയിട്ട് നിങ്ങൾ ട്രീറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ എക്സ്പെൻസിന്റെ നേരത്തെ ഞാൻ കാണിച്ച പോലെ എക്സ്പെൻസ് എൻട്രി ഇടുന്ന സമയത്ത് എക്സ്പെൻസ് ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്ത് ചെയ്യണം, ഇതിനെ നമ്മൾ നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ വെച്ച് ടാഗ് ചെയ്ത് പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ റിപ്പോർട്ട് നമ്മുടെ ഇതില് വാറ്റ് റിട്ടേണിന്റെ അകത്ത് റിഫ്ലക്ട് ചെയ്തിട്ട് വരുന്നതായിരിക്കും. ഓക്കെ, ബാങ്ക് സർവീസ് ചാർജസിന്റെ നമ്മൾ ഓൾറെഡി പിന്നെ നേരത്തെ കണ്ടിട്ടുണ്ടായിരുന്നു. സർവീസ് എന്താണെങ്കിലും ബാങ്ക് സർവീസ് ആണെങ്കിലും ഓൾറെഡി നമ്മളൊരു എൻട്രി പാസ് ചെയ്തിട്ടുണ്ട്. ഞാൻ എൻട്രി ഒന്നുകൂടി കാണിച്ചു തരാം.
ഓക്കെ. സോ ഇത് ഒരു സർവീസ് ചാർജ്. ഇപ്പൊ നമ്മൾ പാർട്ടി ബാങ്ക് ആണെങ്കിൽ ബാങ്ക് എന്താണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക ഇവിടെ. അതിനുശേഷം സർവീസ് ചാർജസ് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. സർവീസ് ലെഡ്ജർ. സോ ദിസ് ഈസ് ദ കോൺഫിഗറേഷൻ അണ്ടർ സെയിൽസ് അക്കൗണ്ട്. ഓക്കെ. അതിനുശേഷം എന്താ അല്ല ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണെങ്കിൽ എക്സ്പെൻസിന് അണ്ടർ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ. ഇവിടെ നമ്മൾ അതിനെ മാറ്റിയിട്ട് ഇൻഡയറക്റ്റ് എക്സ്പെൻസസ് എന്നുള്ള രീതിയിൽ മാറ്റാം. ഇതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട ഇവിടെ ഈ ടാക്സബിൾ എന്നുള്ള നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ്റെ അകത്ത് ഇതിനെ ടാഗ് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഓക്കെ. അതിനുശേഷം എത്രയാണോ എമൗണ്ട് എൻ്റർ ചെയ്യുക അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് ടാക്സബിൾ എത്രയാണോ റേറ്റ് വരുന്നത് ആ റേറ്റ് ഇവിടെ റിഫ്ലക്റ്റ് ആയിട്ട് വരും. അപ്പൊ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് സർവീസ് ഇൻവോയ്സസ് സർവീസ് നമുക്ക് ചെയ്യാം. ഇതിൽ ചെയ്യാം. ഇതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് വെച്ചാൽ നമ്മുടെ പേയ്മെന്റ് സ്ക്രീനിൽ വന്നിട്ട് അവിടെയും നമുക്ക് അതിനെ ടാഗ് ആയിട്ട് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. ഓക്കെ. ഈ ഒരു മെത്തേഡിൽ. ഓക്കെ. സോ I think it's clear. So where എന്തെങ്കിലും questions ഉണ്ടെങ്കിൽ you can ask. Hello. So any other questions you can ask? ഏതെങ്കിലും ഞാൻ ഒരു എക്സ്പെൻസിന്റെ എൻട്രി കൂടി ഒന്നുകൂടി കാണിച്ചു തരാം. എനിക്കൊന്ന് എക്സ്പെൻസിന്റെ എൻട്രി എങ്ങനെയാണ് ടാഗ് ചെയ്യുന്നത്. ഇതൊരു ടെലിഫോൺ എക്സ്പെൻസ് ആണ്. ടെലിഫോൺ എക്സ്പെൻസ് ഓൾറെഡി ഞാൻ പേ ചെയ്തു. അപ്പോൾ ഇവിടെ ടെലിഫോൺ എക്സ്പെൻസ് എന്ന് പറഞ്ഞാൽ ഞാനൊരു ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ ടാക്സബിൾ ഇത് നമ്മൾ കറക്റ്റ് ആയിട്ട് ഒന്ന് ടാഗ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമുക്കത് റിപ്പോർട്ടിൽ റിഫ്ലക്ട് ആയിട്ട് വരും. എൻ്റർ ചെയ്യാം. വാറ്റ് ഇൻപുട്ട് വാറ്റ് ഓൾറെഡി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. എമൗണ്ട് വരും. എത്രയാണ് എമൗണ്ട് എന്നുള്ള എൻട്രി ചെയ്ത് കൊടുക്കുക. ദാറ്റ്സ് ഓൾ. ഓക്കെ. സോ ബേസിക്കലി ഇത്രയും കോൺഫിഗറേഷൻസ്. റെക്കോർഡിംഗ് യെസ് ലിൻഡോ വിൽ ഷെയർ ദ റെക്കോർഡിംഗ്. സോ ഇതിൽ കൂടുതൽ എന്തെങ്കിലും റിലേറ്റഡ് ആയിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി വി വിൽ കണക്ട് വിത്ത് യു. ആംപിൾ വിൽ ഹെൽപ്പ് യു ഫോർ ദാറ്റ്. സോ ഇനി എന്തെങ്കിലും ഒരു ഡൗട്ട്സ് വൺ മോർ മിനിറ്റ് ഐ വിൽ ജസ്റ്റ് സ്പെൻഡ് വിത്ത് യു. സോ എന്തെങ്കിലും നെക്സ്റ്റ് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ വി ക്യാൻ ചെക്ക് ആൻഡ് ഈ പറഞ്ഞ പോലെ ഹെൽപ്പ് ചെയ്യാം. ബാങ്ക് ചാർജസ് സജിത് ഞാൻ ഓൾറെഡി കാണിച്ചു. ബാങ്ക് ചാർജസ് ആണെങ്കിൽ ഇപ്പോൾ ഒരു എക്സ്പെൻസ് ലെഡ്ജർ ആയിരിക്കും. കറക്റ്റ്. അപ്പൊ അത് ഞാൻ ഓൾറെഡി ഒരു സർവീസ് ലെഡ്ജർ വെച്ചിട്ട് ഇവിടെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. ബാങ്ക് ചാർജസ് ആണെങ്കിലും വോച്ചറിൽ വന്ന് നമ്മൾ ഓക്കെ ഓൾറെഡി ഇവിടെ ഞാൻ എൻട്രി ചെയ്തിട്ടുണ്ട്. നമ്മൾ ഇതിൽ ലെഡ്ജർ ക്രിയേഷൻ സമയത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം. ഇപ്പൊ ബാങ്ക് ചാർജസ് ആണെങ്കിൽ അതിനെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട എക്സ്പെൻസ് ആണ്. ഇവിടെ ടാക്സബിൾ എന്ന് പറഞ്ഞ രീതിയിൽ ഇതിനെ ടാഗ് ചെയ്യുക. ഓക്കെ. ഇത് വെച്ച് നമുക്ക് ട്രാൻസാക്ഷൻ എൻട്രി ചെയ്താൽ മതി. അപ്പൊ നമ്മൾ അത് നമ്മുടെ റിപ്പോർട്ടിൽ വരും. ബാങ്ക് ചാർജസ് അതായത് എത്ര ക്യാഷ് ടു ബാങ്ക് അല്ലെ ബാങ്ക് ചാർജസ്. അപ്പൊ അത് നമ്മൾ അതിന് ശേഷം എത്രയാണ് വാറ്റ് വരുന്നത് ആ വാറ്റ് നമ്മൾ സർവീസ് ലെഡ്ജറിന്റെ അകത്ത് ആഡ് ചെയ്താൽ മതി. നമ്മൾ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ എപ്പോഴും ഈ ഒരു സ്ക്രീനിൽ വെച്ച് ചെയ്താൽ മതി. നമുക്കത് സർവീസ് റിലേറ്റഡ് ആയിട്ട് വരുന്ന സമയത്ത് നമ്മളെപ്പോഴും നമ്മുടെ ചേഞ്ച് മോഡിൽ പോയിട്ട് നമ്മൾ ഐറ്റം ഇൻവോയ്സ് എന്നുള്ള രീതിയിൽ മാറ്റിയിട്ട് ആസ് എ വൗച്ചർ എന്നുള്ള രീതിയിൽ ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ എക്സ്പെൻസ് ആണെങ്കിൽ പേയ്മെന്റ് സ്ക്രീനിൽ വെച്ചിട്ട് ഇവിടെ വെച്ചിട്ട് നമുക്ക് അത് ചെയ്താൽ മതി. ഓക്കെ. ക്യാഷ് ആണ് ക്യാഷ്, ബാങ്ക് ചാർജസ്. സോ ഇതിനെ ബേസ് ഇവിടെ ബാങ്ക് ചാർജസ് എന്ന് പറഞ്ഞ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുക. അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് വാറ്റ് എത്രയാണ് വരുന്നത് വാറ്റ് എമൗണ്ട് ഇവിടെ നെക്സ്റ്റ് വാറ്റ് എമൗണ്ട് നമ്മളത് ഇൻപുട്ട് കൊടുക്കുകയാണെങ്കിൽ അത് വരുന്ന ഇൻപുട്ട് ആണെങ്കിൽ അല്ലെങ്കിൽ വാറ്റ് എന്ന് പറഞ്ഞത് നമ്മൾ ജസ്റ്റ് ലെഡ്ജർ സെലക്ട് ചെയ്യാൻ ഓട്ടോമാറ്റിക്കലി. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒറ്റ കാര്യം, നമ്മൾ ആ ലെഡ്ജർ ക്രിയേഷൻ്റെ അകത്ത് ഇവിടെ എക്സ്പെൻസ് ആണെങ്കിലും എന്താണെങ്കിലും നമ്മൾ ഈ ഒരു സ്ക്രീൻ അതായത് ക്രിയേറ്റ് ലെഡ്ജർ ഇവിടെ നമ്മൾ ടാക്സബിൾ 5% എന്നുള്ള രീതിയിൽ ഇതിനെ ടാഗ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ബാക്കി എൻട്രീസ് ഒക്കെ നോർമൽ എൻട്രി പോലെ ആഡ് ചെയ്താൽ മതി. ഓക്കെ. സോ സുനിൽ അതിൻ്റെ അകത്ത് റിപ്പോർട്ടിൽ കാണിച്ചു കഴിഞ്ഞാൽ നമ്മൾ പേയ്മെന്റ് കാർഡ് വഴിയാണെങ്കിൽ നമ്മൾ ബേസിക്കലി ബാങ്ക് നമ്മൾ ക്യാഷിന് വരുമ്പോൾ അവിടെ ബാങ്ക് സെലക്ട് ചെയ്യണം. ബാങ്ക് സെലക്ട് ചെയ്തിട്ട് ആ പേയ്മെന്റ് എൻട്രി ഞാൻ നേരത്തെ ഒരു പേയ്മെന്റ് എൻട്രി കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു സ്റ്റാറ്റ്യൂട്ടറി റിപ്പോർട്ട്സിൻ്റെ അകത്ത് വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ്. ഓക്കെ. ഇതില് ഇവിടെ നമുക്ക് കാണാൻ വേണ്ടി പറ്റും. ഇവിടെ ഞാൻ ഓൾറെഡി ഒരു പേയ്മെന്റ് എൻട്രി നേരത്തെ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നു. യെസ് ദിസ് വൺ. ഇവിടെ നമ്മൾ ബാങ്ക് സെലക്ട് ചെയ്യണം. സോ അതിന്റെ ബേസ് ചെയ്തിട്ട് റിപ്പോർട്ടിന്റെ അകത്ത് എഫക്റ്റ് ആയിട്ട് വരും. ഓക്കെ.
കാർഡാണെങ്കിൽ ബേസിക്കലി കാർഡ് എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ബാങ്കിന്റെ അകത്തല്ലേ എമൗണ്ട് ഡെബിറ്റ് ആകുന്നത്. ഓക്കെ, സജിത്ത് അത് ട്രാൻസ്ഫറിംഗ് ചാർജസ് ഈസ് സെയിം. യെസ്, കറക്റ്റ്, അതെ സജിത്ത്. അത് നമ്മള് പേയ്മെന്റ് നമ്പർ നമ്മൾ അതിനുശേഷം നമ്മുടെ ഇതിന്റെ അകത്ത് ഉണ്ടോ, നമ്മുടെ ടാക്സ് പേയ്മെന്റ് റീകൺസിലേഷൻ്റെ അകത്ത് വന്നിട്ട് ഇവിടെ നമ്മളത് ജസ്റ്റ് അത് അപ്ഡേറ്റ് ഡീറ്റെയിൽസിൻ്റെ അകത്ത് പോയിട്ട് ഇവിടെ നമ്മൾ ആ ഡീറ്റെയിൽസ് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റിന്റെ. അത് ഇസ് ഇന്റേണൽ പാർട്ട്. നമ്മൾ ട്രാൻസാക്ഷൻ എൻട്രി ഇടുന്നു, അതിനുശേഷം നമ്മുടെ ഇൻഫർമേഷൻസ് ഇവിടെ രജിസ്റ്റർ ടാക്സ് പേയ്മെന്റ് റീകോണിൽ വന്നിട്ട് അവിടെ നമുക്ക് അപ്ഡേറ്റ് ചെയ്ത് കൊടുത്താൽ മതി അതിന്റെ ഡീറ്റെയിൽസ്. വോച്ചർ മോഡില് ലിൻഡോ നമുക്ക് വോച്ചർ മോഡിൽ ഓൾറെഡി ഇവിടെ എൻട്രി പാസ് ചെയ്യുന്നുണ്ട്. നേരത്തെ ഫസ്റ്റ് നമ്മൾ എനിക്ക് സെഷൻ ലേറ്റ് ആയിട്ട് ഫസ്റ്റ് ഞാൻ അത് കാണിച്ചിട്ടുണ്ടായിരുന്നു. വോച്ചർ മോഡിൽ നമ്മൾ എങ്ങനെയാണ് എൻട്രി പാസ് ചെയ്യുന്നത്. ഓൺലി വൺ തിങ് ഈസ് ദാറ്റ് നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ യു ഷുഡ് ബി ടാഗ്, ദാറ്റ്സ് ഓൾ. അത് എപ്പോഴും നമ്മൾ മൈൻഡിൽ വെച്ചാൽ മതി. നേച്ചർ ഓഫ് ട്രാൻസാക്ഷൻ കറക്റ്റ് ടാഗ് ചെയ്ത് പോയാൽ മതി. ഈവൻ എക്സ്പെൻസ് ആണ്, എക്സ്പെൻസ് നമ്മളിപ്പോൾ അങ്ങനെ എൻട്രി ചെയ്തിരിക്കുന്നത്. ഓക്കെ, Sir, may I ask one question? ചോദിച്ചോളൂ. എന്താണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം ഇത് നമ്മൾ വാറ്റ് പെയ്ഡ് എന്ന് പറഞ്ഞിട്ട് പർച്ചേസ് കാണിക്കുമ്പോൾ കൃത്യമായിട്ട് വരുന്നുണ്ട് കസ്റ്റംസ് പെയ്ഡ്. പക്ഷെ ഞാൻ നോർമലി എന്താ ചെയ്യുന്നത്, ആ പേയ്മെന്റ് ഞാൻ പേയ്മെന്റ് ത്രൂ ഡയറക്റ്റ് പേയ്മെന്റ് ആണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ നിങ്ങൾ അപ്പൊ ഈ ഇതിൽ വന്നിട്ട് വേണോ, ഈ റിപ്പോർട്ടിൽ വന്നിട്ട് വേണോ ആ കസ്റ്റംസ് അല്ല വാറ്റ് പേ ചെയ്ത് കാണിക്കാൻ? കസ്റ്റംസ് പേ ചെയ്യുന്നത് വാറ്റും കസ്റ്റംസ് ഡ്യൂട്ടി ഒന്നിച്ചിട്ടാണ് പേ ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ എന്താ ചെയ്യുന്ന നോർമലി പേയ്മെന്റ് മോഡിൽ പോയിട്ട് പേയ്മെന്റ് വൗച്ചർ എടുത്തിട്ട് കസ്റ്റംസ് ഇത്ര വാറ്റ് ഇത്ര. ഓക്കെ, അപ്പൊ അതിന് സാർ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ കണ്ട. ഓക്കെ, ഞാൻ അതിലോട്ട് ഒന്ന് വിടുക. ഇത് ഞാൻ ജസ്റ്റ് എൻട്രി ചെയ്യേണ്ട റിപ്പോർട്ട് ആയിട്ടാണ് ഇവിടെ വന്ന് കാണിക്കുന്നത്. ഓക്കെ, എന്നിട്ടൊന്നല്ല, ഇവിടെ അത് ആ സ്ക്രീനിൽ തന്നെയാണ് ചെയ്യേണ്ടത്. ഇത് ഞാൻ ഇവിടെ നിന്ന് എടുക്കുമ്പോൾ ആ എൻട്രി സ്ക്രീൻ അങ്ങോട്ടേക്കാണ് പോകുന്നത്. ഓക്കെ, നമ്മളെ സോറി 1 minute. ഓക്കെ, ഞാൻ ഇവിടെ ആദ്യം ചെയ്തിരിക്കുന്നത് അതിന് ആ ഒരു ബേസ്ഡ് ഔട്ട് ഞാൻ ഇവിടെ സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് പറഞ്ഞൊരു ഫ്ലാഗ് കണ്ടോ. ഇപ്പൊ എന്തിനെ ബേസ്ഡ് ആണോ അത് ഞാനത് ബുക്ക് ചെയ്യാണ് ചെയ്യുന്നത്, അത് ലയബിലിറ്റി. ഓക്കെ, അതിനുശേഷമായ അഡ്ജസ്റ്റ്മെന്റ് എൻട്രി പാസ് ചെയ്തതിനു ശേഷം ഇവിടെയാണ് ഞാൻ പേയ്മെന്റ് എൻട്രി ഇട്ടിരിക്കുന്നത്. ഓക്കെ, പേയ്മെന്റ് എൻട്രിന്റെ അകത്ത് അപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ഇത് കണ്ടോ, ഇവിടെ ഒരു ഫ്ലാഗ് വരും സാറിന്. സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് ഫോർ വാറ്റ് ആണെങ്കിൽ വാറ്റ്, പേയ്മെന്റ് ടൈപ്പ് വാറ്റ് പെയ്ഡ് ടു കസ്റ്റംസ് എന്താണെന്നുള്ള അവിടെ സെലക്ട് കഴിഞ്ഞാൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്ക് അത് റിപ്പോർട്ടിനകത്ത് റിഫ്ലക്ട് ആയിട്ട് വരും. ഇത് അത് ഈ ഒരു ഇതിൽ മാത്രമേ വരുന്നുള്ളൂ, നോർമൽ പേയ്മെന്റ് ഈ സാധനം കിട്ടില്ല. സ്റ്റാറ്റ്യൂട്ടറി പേയ്മെന്റ് ഇല്ല, അത് സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ട് ചെയ്യണം സാർ. സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് വന്നിട്ട് ചെയ്യണം. അതാണ് ഇവിടെ കണ്ടോ റൈറ്റ് സൈഡ് ഇവിടെ വന്നിട്ട് നമ്മൾ അതിനെ സെലക്ട് ചെയ്തിട്ട് ചെയ്യും. ഓക്കെ, അന്നേരം ആ ഫ്ലാഗ് വരും. നല്ല റിപ്പോർട്ടിൽ നോർമൽ പേയ്മെന്റ് സ്ക്രീനിലോട്ടാണ് വരുന്നത്. ഓക്കെ, ഓക്കെ, മനീഷ് ടു കണക്ട് മൊബൈൽ വൺസ് അഗൈൻ. സോ മനീഷ് മൊബൈലിൽ കണക്ട് ചെയ്യാൻ ഒന്നുമില്ല, ജസ്റ്റ് നേരത്തെ കാണിച്ചതുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് നമ്മുടെ കമ്പനി എപ്പോഴും ഓൺ കണക്റ്റഡ് ആയിരിക്കണം. ഓക്കെ, ഇവിടെ കമ്പനിയിൽ പോയി കഴിഞ്ഞാൽ ഇവിടെ കണക്ട് എന്ന ഓപ്ഷൻ, ഇത് കണക്ട് ചെയ്യുക. അപ്പം ഈ കമ്പനി നമ്മുടെ ബ്രൗസർ ആക്സസിന് വേണ്ടി റെഡിയാണെന്ന് പറയും. ദെൻ ജസ്റ്റ് tallysolutions.com എന്ന സൈറ്റിലേക്ക് വരിക, നിങ്ങളുടെ ഇമെയിൽ ഐഡിയും പാസ്വേഡ് എൻ്റർ ചെയ്യുക. tally.net ഐഡിയും പാസ്വേഡ് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ഇതിൻ്റെ അകത്ത് റിഫ്ലക്ട് കമ്പനി റിഫ്ലക്ട് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, സോ നമ്മൾ ഹെൽപ്പ് ചെയ്ത് തരാം മനീഷ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഓക്കെ മനീഷ്. സ്റ്റാറ്റ് അപ്ഡേറ്റ് ഈസ് ഫോർ പെർട്ടിക്കുലർ എൻട്രി. ലിൻഡോ നമ്മളിപ്പോൾ ഏത് എൻട്രി നമ്മൾ അപ്ഡേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിലും സ്റ്റാറ്റ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ ഇവിടെ സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇവിടെ വെച്ച് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാലാണ് നമുക്ക് എന്തിനെ ബേസ് ചെയ്തിട്ടാണോ ഇൻക്രീസ് ടാക്സ് ലയബിലിറ്റി ആണോ, അപ്പൊ നേരത്തെ സാറ് ചോദിച്ച പോലെ സെയിം എക്സാമ്പിൾ ഞാൻ പറഞ്ഞ പോലെ ഇവിടെ വെച്ച് നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ മാത്രം നമുക്ക് അത് റിഫ്ലക്ട് ആയിട്ട് വരത്തുള്ളൂ. ഓക്കെ, അത് നിങ്ങളുടെ ഇപ്പൊ വാറ്റ് അഡ്വാൻസ് പേയ്മെന്റ് ആണെങ്കിൽ വാറ്റ് പേയ്മെന്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ക്ലിക്ക് കഴിഞ്ഞാൽ പേയ്മെന്റ് ഇവിടെ എനിക്ക് എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും, സ്റ്റാറ്റ് അഡ്ജസ്റ്റ്മെന്റ്. ഇപ്പൊ അത് ഞാനത് പേ ചെയ്യുകയാണെങ്കിൽ അതിനെ ബേസ് ചെയ്തിട്ട് നമുക്കതിനെ ഇവിടുന്ന് ക്ലിക്ക് ചെയ്തിട്ട് എൻ്റർ ചെയ്താൽ മതി. ഓക്കെ,
സോ ഐ തിങ്ക് നമ്മൾ ഓൾമോസ്റ്റ് ടൈം കവർ ചെയ്തു. അപ്പം ഫർദർ എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ എനിക്കറിയാം ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും വരും. നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അഡ്ജസ്റ്റ്മെന്റ് എൻട്രി ആണെങ്കിൽ നമ്മൾ അതിന് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. തീർച്ചയായും ആമ്പിൾ ഉണ്ട് അവിടെ ഒമാനിൽ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്. സോ ബേസിക്കലി ദീപു വന്ന് നിങ്ങളുടെ ഈ പറഞ്ഞ പോലെ എന്ത് ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ അത് നിങ്ങളെ സോർട്ട് ഔട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. സോ എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ നമ്പർ, കോൺടാക്ട് നമ്പർ, നിങ്ങൾ ഡീറ്റെയിൽസ് ഉണ്ട്. ഞങ്ങൾ നിങ്ങളെ 1 by 1 ആയിട്ട് എന്തായാലും കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും ഫർദർ ക്ലാരിഫിക്കേഷന് വേണ്ടിയിട്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളുണ്ടെങ്കിൽ ഈ ഒരു ടൈം ലിമിറ്റിന്റെ അകത്ത് ഇത്രയാണ് നമുക്ക് കവർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. എന്നാലും ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഉണ്ടാവും. നമ്മൾ നെക്സ്റ്റ് അടുത്ത സെഷനിൽ നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും അതിന്. സോ താങ്ക് യു വൺസ് അഗൈൻ ഈ ഒരു ഇത്രയും ടൈം നിങ്ങളിവിടെ സ്പെൻഡ് ചെയ്തതിന്. സോ നമ്മൾ നിങ്ങളുടെ 1 by 1 ആയിട്ട് കണ്ടർ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, നിങ്ങളെ മെയിലിലോട്ടേക്ക് അയക്കും ലിൻഡോ, സജിത്ത്. ഓക്കെ, താങ്ക് യു വെരി മച്ച് എവരിവൺ.